അവർക്കാർക്കും എന്നോടൊരു പരാതിയും തോന്നരുത്. ഞാൻ അത്തരക്കാരനല്ല. ഏറ്റവും നല്ല മതസൗഹാർദ്ദ പ്രഭാഷകനുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ് ഞാൻ. പക്ഷെ ചില പരമാർത്ഥങ്ങൾ പറയാതിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, നമ്മുടെ മക്കൾ സന്ധ്യാസമയം അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ സന്ധ്യാസമയത്താണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ തർബിയത്ത് കൊടുത്തത്. എന്താണ് സന്ധ്യ? എന്താണ് രാത്രി? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, സന്ധ്യ വരുമ്പോ ആ സമയത്ത് നിങ്ങളുടെ മക്കളെ ഇരുത്തിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഒരു പ്രാവശ്യമെങ്കിലും ഓതണം. ആ സമയത്ത് നിങ്ങൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. സന്ധ്യാസമയത്ത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിൽ ഇരുട്ടുമാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? സന്ധ്യ വരുന്നത് ഖബറിന്റെ ഇരുട്ടിനെ കുറിച്ച് പറയാനാ. സന്ധ്യ വരുന്ന രാത്രി നമ്മോട് പറയുന്ന ഉപദേശമേടാ. ഇതേപോലെ അന്ധകാര നിബിഡമായ ഖബറിലേക്ക് നിങ്ങൾക്ക് പോകാറുള്ളടാ. അതുകൊണ്ട് ആ സമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഖബറിൽ പ്രകാശം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുക? എങ്ങനെയാണ് നമ്മുടെ ഭാര്യ നന്നാവുക? അതിന്റെ പരമപ്രധാനമായ കാര്യം എന്റെ പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരിയിൽ എന്നെ കേൾക്കാനെത്തിയവരോട്, നിങ്ങളുടെ സന്ധ്യാസമയം നന്നാക്കിയാലല്ല. നമ്മുടെ പഴയകാല സന്ധ്യയുണ്ടല്ലോ, ഈ പഴയ പള്ളിയിലെ പഴയകാല സന്ധ്യയുണ്ടല്ലോ, മഗ്‌രിബിന്റെ സമയം. ആ മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം, അതിനുശേഷം 2 റക്അത്ത് നിസ്കരിക്കണം, അതിനുശേഷം അവ്വാബി നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന കുടുംബത്തിലാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നത്. അവരാണ് സ്വർഗത്തിലെ കുടുംബമാകുന്നത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പണ്ട് കാലത്തൊക്കെ സുബഹിക്ക് മുമ്പ് നമ്മൾ മഗ്‌രിബിന് മുമ്പ് കേൾക്കാറില്ലേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇന്നും ദറസുകളുള്ള പള്ളിയിൽ മഗ്‌രിബിന് മുമ്പ് ഇതൊക്കെ കേൾക്കാറുണ്ട്. ഇന്ന് ദറസുകളൊക്കെ നമ്മൾ പടിയടച്ച് പുറത്താക്കി. സഹോദരങ്ങളെ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സകീറത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. നാക്കുകൊണ്ട് പറയാൻ എളുപ്പമുള്ളൊരു വാക്കിനേക്കാൾ വലിയൊരു വാക്കില്ല. മീസാൻ ഇതിനേക്കാൾ ഭാരമുള്ളൊരു വാക്കില്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനേക്കാൾ വലിയൊരു വാക്കില്ല. സന്ധ്യാസമയത്ത് തസ്ബീഹ് പറഞ്ഞ, സന്ധ്യാസമയത്ത് ഖുർആൻ ഓതിയ സന്ധ്യാസമയം, ആ സമയത്താണ് ഏഷ്യാനെറ്റുകാരൻ ഭക്തിയാണ് സന്ധ്യയുടെ മുഖമുദ്ര. ആ സമയത്താണ് ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഭക്തിയുടെ സന്ധ്യാഭാസന നടത്തുക. മുസ്ലിമീങ്ങൾ സന്ധ്യാസമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതണം, സൂറത്തുൽ വാഖിഅ ഓതണം. വാഖിഅ ഓതിയാൽ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം സൂറത്തുൽ വാഖിഅയ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല വഫാത്തിന്റെ വേളയിൽ കിടന്ന് പൊട്ടിക്കരയുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണാൻ വന്നു. എന്തേ ഇബ്നു മസ്ഊദ്, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ പെൺമക്കൾ പട്ടിണിയാകുമെന്ന് കരുതിയിട്ടാണോ കരയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ മരിച്ചാലും എന്റെ മക്കള് പട്ടിണി കിടക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. എന്താ ഇബ്നു മസ്ഊദ്? എന്റെ ഹബീബായ മുത്തനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഏതെങ്കിലും പെൺകുട്ടികൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം പതിവായി സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖാ, മരണം വരെ അവർക്ക് ദാരിദ്ര്യം ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇതെന്നെ മുത്തനിക്ക് പഠിപ്പിച്ചു തന്ന അന്നോട് എന്റെ പെൺമക്കളെ കൊണ്ട് ഞാൻ സൂറത്തുൽ വാഖിഅ ഓദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചാലും എന്റെ പെൺമക്കള് പട്ടിണിയിലാവില്ല. ആർക്ക് പറയാൻ പറ്റും? ഏതുപ്പാക്ക് പറയാൻ പറ്റും ഞാൻ മരിച്ചാൽ എന്റെ മക്കള് പട്ടിണിയിലാവില്ല എന്ന്? ഈ ഏറ്റവും വലിയ വീടിന്റെ സംസ്കാരത്തെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. സന്ധ്യാസമയത്ത് മുസ്ലിമീങ്ങൾ ഇതൊക്കെ ഓടണം. സന്ധ്യാസമയത്ത് ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ഭക്തിയുടെ സമയമാണ്. ആ സമയത്ത് അവര് സന്ധ്യാപ്രാർത്ഥന നടത്താറുണ്ട്. അവരുടെ പ്രാർത്ഥന രാമ 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 ഭാഗിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗിമ, കട്ടിമുട്ടി നായക പുരുന്ദരാതി സേവിത
കട്ടവാരിതേ ജയ മുകുന്ദ രാഗമാകി വാകിവാ. രാമരാമ സന്ധ്യാനാമം ജപിക്കാറുണ്ട്. ആ സന്ധ്യാസമയം ഭക്തിയുടേടാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം കുടുംബമേ, മഗ്‌രിബിന്റെ സമയത്ത് ഖുർആനോദയുടെ സമയത്ത് ഏഷ്യാനെറ്റുകാരൻ 7 മണിയാകുമ്പോ നിന്നെ കൊണ്ട് അറിയാതെ പറയിപ്പിച്ചിട്ടുണ്ട. ആ സമയത്താണ് ഏഷ്യാനെറ്റിലും സൂര്യനും ഭക്തിയുടെ സീരിയൽ നടക്കുക. ഏഷ്യാനെറ്റുകാരൻ അറിയാം ഭക്തിയുടെ സമയമാണത്. അപ്പോഴാണ് ശബരിമല അയ്യപ്പൻ എന്ന സീരിയൽ ഉള്ളത്. അപ്പോഴാണ് പരശുരാം എന്ന മഹാവിഷ്ണുവിന്റെ സീരിയൽ ഉള്ളത്. മഗ്‌രിബിന് പള്ളിയിൽ വാങ്ക് വിളിക്കുമ്പോ ആ സമയത്ത് ഖുർആനോദയിട്ട് മക്കളെ വട്ടം ചുറ്റിലെത്തിയിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ദിക്ർ പഠിപ്പിച്ചു കൊടുക്കേണ്ട നീ സീരിയലിന് റിമോട്ട് ഓൺ ചെയ്തപ്പോ ഏഷ്യാനെറ്റിന്റെ സീരിയൽ ഓൺ ചെയ്യുകയാണ്. ആ സമയത്ത് ഓടി വിളിക്കുന്നതെന്താ? ശബണമയ്യപ്പ, ഓ ഗുരുവായൂരപ്പ. അറിയാതെങ്കിലും സന്ധ്യാസമയത്ത് നിന്റെ വീട്ടില് ശിർക്കിന്റെ വാക്ക് നിന്നെ കൊണ്ട് പറയിപ്പിച്ചില്ലേടി? നിന്റെ ജീവിതം എങ്ങനെയാ നല്ലതാവുക? 17 ഇഞ്ചിന് മുകളിൽ 7 മുതൽ 9 വരെ അടയിരിക്കുന്ന കോടിയെ പോലിരിക്കുന്ന പച്ചപ്പൊട്ടി നീ അറിയാതെങ്കിലും നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ശിർക്കിന്റെ വാക്ക് വന്നാൽ എങ്ങനെയാ നിന്റെ മക്കൾ നാളെ സ്വർഗത്തിന്റെ മക്കളായി പരിണമിക്കുക? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? അതാ പറഞ്ഞത് കേൾക്കുന്ന സഹോദര സമുദായത്തിൽ ഒരു വിഷമം ഉണ്ടാവണ്ട. അവിടെ ആ സമയത്ത് അവര് സന്ധ്യാനാമം ജപിക്കും. 7 മണിക്ക് സൂറത്തിൽ വാക്യോദന്റെ സമയത്ത് റിമോട്ട് എടുത്തിട്ട് ഓണായാൽ അത് കേൾക്കണെന്താ? പറ, നിങ്ങൾ എന്താണ് പൊട്ടന്മാർ പോലെ നോക്കുന്നത്? എന്താ പറ? നമ്മൾ പറയിപ്പിച്ചില്ലേ? എന്താ വിഷമം തോന്നണോ? പറയേണ്ടതുപോലെ പറഞ്ഞ ആർക്കൊരു വിഷമം ഉണ്ടാവൂല. അവരും ആ സമയത്ത് ഭക്തിയുടെ ഭാഗത്താണ്. അറിയാതെങ്കിലും ഒരു ശിർക്കിന്റെ വാക്ക് പറഞ്ഞില്ലേ? ഓരോ ദിവസവും സന്ധ്യ ഖബറിന്റെ ഇരുട്ടിനെ ഓർമ്മിപ്പിക്കാനാണ് രാത്രി വരുന്നത്. ആ സമയത്ത് നിന്റെ വീട്ടിൽ കേട്ടതോ മുരിയാക്കന്മാർക്ക് സീരിയലിനോട് എന്താ ഇത്ര വിരോധം എന്ന് ചോദിക്കും. മനസ്സിലായെന്താന്ന്? അല്ലാതെ സീരിയലുകാരനോട് ഞങ്ങൾക്ക് വിരോധമൊന്നും ഇല്ല. മാപ്പിളപ്പാട്ടുകാർ ആലപ്പുഴയിൽ ഹോട്ടലിൽ കയറിയപ്പോ ഇപ്പോഴത്തെ പുതിയ മാപ്പിളപ്പാട്ടുകാരെന്നെ കണ്ടു വന്നെന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്ന് പൊന്നു വാക്കവി നിങ്ങൾ എന്തിനാണ് നമ്മുടെ കഞ്ഞിയിൽ പാറ്റ അടിച്ചത്? എന്നോട് അവർ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കഞ്ഞിയിൽ നമ്മൾ പാട്ടയെ അടിക്കുന്നില്ല. നിങ്ങൾ ഈ പ്രണയമേ ഞാൻ കരയുമ്പോൾ പാടിക്കുന്ന സമയത്ത് മരണമേ ഞാൻ കരയുമ്പോൾ നിങ്ങൾ എഴുത്. ഞാൻ അവരോട് പറഞ്ഞ നിങ്ങൾക്ക് അള്ളാഹു വലിയ കഴിവ് തന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് പാടും. ശബ്ദം അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അനുഗ്രഹമാണ്, അല്ലേ? എന്റെ ശബ്ദത്തേക്കാൾ നല്ലതാണ് കാസിമിയുടെ ശബ്ദം. എന്റെ പറഞ്ഞു പതറാൻ തുടങ്ങി. ശബ്ദം ഏറ്റവും നല്ല അനുഗ്രഹമാണ്, അല്ലേ? അതേ മനുഷ്യന്മാരെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല സുന്ദരമായ ശബ്ദത്തിൽ ഖുർആൻ ഓതിയപ്പോ അതിൽ ലയിച്ചിരുന്ന മുത്തനബി പറഞ്ഞു, ഇബ്നു മസ്ഊദേ ഇന്നക ഊതീത മിസ്മാറ മിന മസാമീരി ആലി ദാവൂദ്. ദാവൂദ് നബിയുടെ കുടുംബത്തിന് കിട്ടിയ സ്വരമാധുരി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇബ്നു മസ്ഊദേ. നല്ല സ്വരമാധുരി, അതാ നല്ല അനുഗ്രഹമാണ്. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സ്വരത്തിന് മാധുര്യം തന്നത് പ്രണയത്തിന്റെ പാട്ട് പാടാനല്ല, വറത്തിൽ ഖുർആന തർതീലാ. നല്ല ആഗ്രഹത്തോടെ സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യാനാണ്. അല്ലാഹു നമ്മുടെ മക്കൾ നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയില്ല, ഞാൻ നിർത്തും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഞാൻ ചെറിയ ഹദീസ് പറയാം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിലെ ദമ്പതികളുടെ വിശദീകരണമൊക്കെ ഇത്രയും പറഞ്ഞുതരാം. ഇത് 12 മണിക്ക് അടുത്ത നാളെ 12 കഴിച്ചിട്ട് കിടന്നുറങ്ങാം. നാളെ ഞാനൊന്ന് കയറണം. അള്ളാഹു നമ്മുടെ പ്രഭാഷകർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര നേരം പറയുന്നു എന്നതല്ല, ഖൈറുൽ കലാമി മാ കല്ല വദല്ല. അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവും അർത്ഥവൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മളെ ബാധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറഞ്ഞു തരാം. മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റി, എന്നിട്ടൊരു 2 ദുആയി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കും, അന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കും.
പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഭൗമികമായ ഈ പ്രപഞ്ചലോകത്തിന്റെ സൗരോർജ ലോകത്തിന്റെ കാന്തിക തരംഗം നഷ്ടമാകും. അപ്പോൾ ആ കാന്തിക തരംഗം നഷ്ടമാകുമ്പോ ആകാശലോകത്തിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഘടന തന്നെ മാറും. ഉത്തരധ്രുവം ദക്ഷിണ ധ്രുവമാകും, ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവമാകും. അപ്പോൾ പിന്നെ ഉദിക്കുന്നിടത്ത് തന്നെ അസ്തമിക്കേണ്ടി വരും എന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് റവാഹു നാസ വകമാകാല മനോരമ. അതിന്റെ റിപ്പോർട്ട് അടുത്ത ഡയഗ്നോസുകളാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് പിന്നീട് ഒരിക്കലും ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ഏതായാലും തകരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോഴാണ് ലോകം അവസാനിച്ചു പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത്? അന്ന് തൗബയുടെ വാതിൽ അടഞ്ഞു പോകും. അന്ന് ആര് തൗബ ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല. എപ്പോഴാണ് നബിയെ? അന്നാണ് ദജ്ജാൽ വരുന്നത്. അന്നാണ് ദജ്ജാൽ വരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഥാർത്ഥ ദജ്ജാൽ വരുന്നതിന് മുമ്പേ ചില ദജ്ജാലിന്റെ മിനി പതിപ്പുകൾ വരും. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന. കള്ളം പറയുന്ന ദജ്ജാലുകൾ, യഥാർത്ഥ ദജ്ജാൽ വരുന്നതിന് മുമ്പേ കള്ളം പറയുന്ന ദജ്ജാലുകൾ വരും. ഈ ഹദീസ് നമ്മളൊന്ന് ചർച്ച ചെയ്ത് നോക്കണം. കള്ളം പറയുന്ന ദജ്ജാൽ, പച്ചക്കള്ളം പറയുന്ന ദജ്ജാലുകൾ, നിങ്ങളുടെ പൂർവികന്മാര് കേട്ടിട്ടില്ലാത്ത കാര്യം പോലും അവർ പറയും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കള്ളം പറയുന്ന ആദ്യത്തെ ദജ്ജാൽ ഭൂമിയിൽ വന്ന് ചത്തുപോയി. ആരാണത്? ചാൾസ് ഡാർവിൻ. കൊരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന പച്ചക്കള്ളം പറഞ്ഞ ദജ്ജാലാണ് ആദ്യത്തെ ദജ്ജാൽ. ചാൾസ് ഡാർവിനാണ്. ഞാൻ എന്റെ നിഗമനമാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കള്ളം പറയുന്ന ദജ്ജാലും യഥാർത്ഥ ദജ്ജാലിന് മുമ്പേ വരും. അപ്പൊ കള്ളം പറഞ്ഞ ആദ്യത്തെ ദജ്ജാൽ ഡാർവിനാണ്. ഡാർവിൻ ചത്തുപോയി. ദജ്ജാലൂന കദ്ദാബൂന. ആ വിഷയത്തിലേക്ക് പോയി വലിയ ഗഹനമായ ആഴത്തിലേക്കൊക്കെ പോകും. ഇതൊക്കെ ഒരു ജുമയ്ക്കൊക്കെ വന്നിരിക്കുന്നവരോട് പറയാൻ പറ്റും. ഒരു നിരന്തരമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞേ? ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് തോന്നണ ഞാൻ മറന്നിട്ടല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. ചൂടുള്ള ആളുണ്ട്. അപ്പൊ നിങ്ങൾ വാത് പറഞ്ഞത് തണുത്തുള്ളത്, ഭയങ്കര വാത് പറയണ ആളെ, എന്നിട്ട് എനിക്ക് തണുത്തുള്ളത്. ആത്മാ സ്നേഹമൊക്കെ ചിരിയിലുള്ളതാണ്. സുധാകരൻ കാസിമയുടെ ഒരു പ്രത്യേകത നല്ല ചിരിയാണ്. അതേപോലുള്ള ചിരി പിന്നെ ക്ലോസപ്പിന്റെ കവറിലെ ചിരി കളിച്ചു നന്നായിട്ട് ചിരിക്കും. നല്ല സ്വഭാവമാണല്ലോ. ബാബു നിലയത്തിൽ കൊടുക്കട്ടെ. ചില ആളുകളാണ് എന്ത് പറഞ്ഞാലും അങ്ങനെ ഒന്നും ചിരിക്കൂല. ഒരു സത്യവിശ്വാസിയുടെ മുഖത്ത് നോക്കി ചിരിക്കൽ സദക്കയാണ്. ചില ആളുകൾ സലാം പറഞ്ഞാലും ഗൗരവമാണ്, ഭയങ്കര വെയിറ്റാണ് അവർ. അതിങ്ങനെ നോക്കും. ആരാണ്? ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ ബ്ലോക്ക് മെമ്പറാണ്. എവിടെ നിന്ന്? ചങ്ങനാശ്ശേരി പഴയ ചാക്കത്തോടാണ്. എന്നാലും അവന്റെ വെയിറ്റിനൊരു കാര്യം. ചിരിക്കൽ സുന്നത്താണ്, സദക്കയാണ്. ചിരിക്കാൻ ഒരാൾക്ക് കോപം 64 ഞരമ്പുകൾ വർക്ക് ചെയ്യണം. മുഖത്ത് സന്തോഷമാണെങ്കിൽ 3 ഞരമ്പ് വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഏതാ ലാഭം ശരീരത്തിന്? ചിരിക്കലല്ലേ? ചിരിക്കുകയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ലോകാവസാനം വരുമ്പോ ഇദശംസു കുവിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സീറത് വഇദൽ വുഹൂഷു ഹുശറത് വഇദൽ ബിഹാറു ഫുജ്റത്. ആകാശം ചുരുട്ടപ്പെടും, സൂര്യൻ ധവളധവളമായി പൊടിക്കപ്പെടും, സമുദ്രത്തിന്റെ ഉള്ളിൽ തീ കത്തിക്കപ്പെടും. സമുദ്രത്തിന്റെ ഉള്ളിൽ തീ കത്തും, ഉറപ്പാണ്. കത്തൂല്ലേ? എങ്ങനെ കത്തും? കത്തൂല. എന്താ കത്തൂന്ന് പറഞ്ഞാൽ എങ്ങനെ കത്തുമെന്ന് പറയണം. നാളെ ഒരാൾ പ്രസിഡന്റിനോട് ചോദിക്കുക, 25 വർഷമായിട്ട് പ്രസിഡന്റ് ആയിട്ട് നിങ്ങളുടെ ഖുർആനിൽ പറയാ കടലിൽ തീ കത്തും. കത്തുവോ? അല്ലാഹുക്കറിയാം. എന്താ എന്റെ സഹോദരങ്ങളെ, ഞാൻ വിഷയം പറയാൻ ഇതിന്റെ അടയാളം നടത്തി. കടലിൽ തീ കത്തുന്ന് സമർത്ഥിക്കാൻ ഇസ്ലാം പുറമ്പോക്കൊന്നുമല്ല. കടലിൽ തീ കത്തും. കടലിന്റെ സാധനം എന്താ? കടല് നിറച്ചെന്താ? കടൽ നിറച്ചെന്താ? വെള്ളം. വെള്ളത്തിന്റെ രാസനാമം എന്താ? എത്തിച്ചുവോ? ഇവനോടാട്ടോ നിങ്ങളെ ആരെയും ഇടാമെന്ന് വിളിക്കില്ല. അവനെ എനിക്ക് വിളിക്കാൻ ലൈസൻസ് ഉണ്ട്. ഇടാന്ന് വിളിച്ചോന്നൊന്നും തോന്നരുത്. വലിയ പാഠം.
H2O ഹൈഡ്രജന്റെ 2 ആറ്റം, ഓക്സിജന്റെ 1 ആറ്റം. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ഈ വെള്ളം ഉണ്ടാവുക. ഹൈഡ്രജന്റെ 2 ആറ്റം, ഫോർ എക്സാമ്പിൾ ഓക്സിജന്റെ 1 ആറ്റം, രണ്ടും കൂടെ ചേരുമ്പോ വെള്ളം ഉണ്ടാവും. ഹൈഡ്രജന്റെ സ്വഭാവം എന്താ? ഒന്ന് പറ. ഹൈഡ്രജൻ കത്തും. നക്ഷത്രങ്ങൾ കത്തുന്നത് നക്ഷത്രങ്ങളിലെ വാതകം ഹൈഡ്രജനും ഹീലിയവുമാണ്. ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് നക്ഷത്രം ഇങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കുന്നത്. ഹൈഡ്രജൻ കത്തുന്ന സാധനം, സ്വയം കത്തും ഹൈഡ്രജൻ. ഓക്സിജൻ കത്താൻ സഹായിക്കുന്നത്, സ്വയം കത്തുന്നതും കത്താൻ സഹായിക്കുന്നതുമായ, എന്നാൽ പെട്രോളും തീയും പോലെ പരസ്പരം ചേർന്ന 2 വാതകങ്ങൾ കൊണ്ടാണ് അല്ലാഹു ഈ വെള്ളത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഈ നട്ടുച്ച നേരത്ത് നിന്റെ വയറ് കിടന്ന് കത്തുമ്പോ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ നിന്റെ വയറിന്റെ കത്തല് മാറി. അപ്പൊ നീ പറയണം അൽഹംദുലില്ലാഹ് അല്ലദീ ജഅലൽ മാഅ തഹൂറാ. സ്വയം കത്തുന്ന 2 ആറ്റവും കത്താൻ സഹായിക്കുന്ന 1 ആറ്റവും, അത് രണ്ടും കൂടെ ചേരുമ്പോ തീ കത്തുകയാണ് ചെയ്യേണ്ടത്. ആ സാധനം കുടിച്ചപ്പോൾ എന്റെ ഹൃദയത്തിന് തണുപ്പ് തന്ന അല്ലാഹ് അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. എന്റെ പ്രിയപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാ, ഗവേഷണത്തിന്റെ ജനാലയുടെ വാതിൽ ഞാൻ തുറന്നു തരികയാ. ഈ കടല് മുഴുവനും ആനടിക്കുന്ന ജലം, സ്വയം കത്തുന്ന 2 ആറ്റവും കത്താൻ സഹായിക്കുന്ന 2 ആറ്റവും തമ്മിൽ കൂടിച്ചേർന്നതാ. അല്ലാഹുവിന്റെ കുദറത്ത് കൊണ്ടാണ് ഇത് കത്താതിരിക്കുന്നത്. ഏത് സമയത്തും എന്റെ കുദറത്തിനെ പിൻവലിക്കുന്നുവോ ആ സമയത്ത് ഈ 2 ആറ്റങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർന്നാൽ അവിടെ തീ ഉണ്ടാകും. കടല് കത്തിക്കപ്പെടും. ഓരോന്നായിട്ട് ഞാൻ പറയാം, സയന്റിഫിക് ആയിട്ട് തന്നെ പറയാം, പക്ഷെ ടൈമില്ല, പിന്നീട് എപ്പോഴേലും ആവാം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഈ തിരമാലകൾ ആഞ്ഞെടുക്കുമ്പോ കടലോരത്ത് പോയി കാമുകീടം മടിയിൽ തലവെച്ചിട്ട് ഹറാമുകൾ ചെയ്യുന്ന ചെറുപ്പക്കാരാ, ആ തിരമാലയുടെ കുതിരത്തിനെ അല്ലാഹു തിരിച്ചു വിളിച്ചാൽ ആ സമയത്ത് സൂര്യൻ കത്തുന്നത് പോലെ കടൽ കത്തിക്കപ്പെടും. സഹാബത്ത് ചോദിച്ചു, നബിയേ, ഏത് സമയത്താണ് കടലിൽ തീയുണ്ടാകുന്നത്? എപ്പോഴാണ് ഈ സൂര്യൻ പൊട്ടിത്തെറിക്കുന്നത്? എപ്പോഴാണ് ഈ നക്ഷത്രങ്ങൾ മൂവാണ്ടം മാങ്ങ പോലെ താഴെ വീഴുന്നത്? എപ്പോഴാണ് ഈ ഭൂമി ധവളമായി പൊടിക്കപ്പെടുന്നത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ വഹറ ഫീ ഖുലൂബികുമുൽ ഫിത്ന. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഫിത്ന സ്ഥാപിക്കപ്പെടുമ്പോ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാചിന്റെ ഫിത്നയ്ക്ക് ഇടം പിടിക്കുമ്പോ, ഇനിയും തീർന്നില്ല. ഇതെന്തിനെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പിശാചിന്റെ സ്വാധീനം ഉണ്ടാകും. ഏതുവരെ? മണ്ണിന്റെ ഇട്ടിക കൊണ്ടുണ്ടാക്കിയ കൊച്ചുകുടിലുമ്പോ മതരിന് തോലുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ആ ഫിത്ന കടന്നു ചെല്ലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇട്ടിക കൊണ്ടുണ്ടാക്കിയ കൊച്ചു വീടിന്റെ ഉള്ളിലും കൊത്തളങ്ങളുടെ ഉള്ളിലും ആ ഫിത്ന, പിശാചിന്റെ ഫിത്ന സ്ഥാനം പിടിക്കും. ഇതേതിനെ കുറിച്ചാ? മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടെന്ന് പറഞ്ഞാൽ അന്നത്തെ ദരിദ്രന്റെ വീട്, തോല് കൊണ്ടുണ്ടാക്കിയ വീട് സമ്പന്നന്റെ വീട്. ലക്ഷം വീടിന്റെ ഉള്ളിലും കോവലുമാർ ലക്ഷം വീടിന്റെ ഉള്ളിലും ഒരീച്ചയ്ക്ക് പോലും കടന്നു വരാത്ത ശീതീകരിച്ച റൂമുകളുള്ള കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളിലും ഈ ഫിത്ന കടന്നു വരും. സഹാബാ, ഇന്നലെ മിനിനാളിനാ വാത് പറയുന്നത് വയനാടാണ്. എളുപ്പമായത് കൊണ്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് നീലഗിരി വഴി കയറിയിട്ട് വയനാടിന്റെ പ്രദേശത്തേക്ക് പോകുമ്പോ തമിഴ്നാടിന്റെ ബോർഡറത്തിൽ ഇടതുഭാഗത്തിൽ നിന്നപ്പന്റെ ഡ്രൈവർമാരെന്നോട് പറഞ്ഞ് സ്ഥാടെ കൊണ്ട് നോക്ക്. തമിഴ്നാടിന്റെ ബോർഡർ നോക്കുമ്പോ 2 സൈഡിലേക്ക് ചെരിച്ചിട്ട് ഓരയിട്ട് മേഞ്ഞ മണ്ണിന്റെ പട ഇട്ടിക ഉണ്ടാക്കിയ കൊച്ചു വീടുകൾ, ഒരാൾക്ക് പോലും നീണ്ടുന്നവർക്ക് കിടക്കാൻ കഴിയാത്ത, കുനിച്ചുകൊണ്ടല്ലാതെ കയറാൻ കഴിയാത്ത വീടുകൾ. ഈ കാലഘട്ടത്തിൽ ഇത്രയും ദരിദ്രന്മാരോ? ആ വീടിന്റെ ഉള്ളിൽ നിസ്കാരത്തിനുമുള്ള മുസ്ലിമീങ്ങളെ ഞാൻ കണ്ടു. മനസ്സ് വല്ലാതെ വേദനിച്ചപ്പോ ആ ചെറിയ കുടിലെന്നെ കാണിച്ചപ്പോ എന്റെ കണ്ണറിയാതെ നിറഞ്ഞു പോയി. ഞാൻ എന്റെ കൂടെ ഇരുന്ന് എന്റെ ഡ്രൈവർമാരോട് ചോദിച്ചു നോക്കവരിവിടെയുണ്ട്. ഞാൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ഇതുപോലുള്ളൊരു വീട്ടിലേതാണ്ട് 6 വർഷത്തോളം ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ജീവിച്ചിട്ടുണ്ട്.
അത് കണ്ടപ്പോ എന്റെ മനസ്സിന്റെ ഇന്നലകളിലേക്ക് പാഞ്ഞുപോയി. കരിമെഴുകിയ തറയിൽ ഒരു തടപ്പായ വിരിച്ചിട്ട് കിടക്കുന്ന ആളുകൾ എന്റെ ബാല്യകാലമത്ത് കണ്ണെന്ന് നിറഞ്ഞ സൗകര്യത്തിന് ശുക്ർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോ ഞാൻ അവിടെ കണ്ടു. ആ സമയത്ത് മഗ്‌രിബിന്റെ സമയമായി. അതിന്റെ ഉള്ളിൽ TV വെച്ചിട്ട് ആളുകൾ സീരിയൽ കാണുകയാ. എന്റെ സഹോദര, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോഴാണ് പറഞ്ഞത്, പുരക്ഷീതലയിൽ ഫ്രീ ആയിട്ട് കൊടുത്ത TV അധികാരത്തിൽ വന്നപ്പോ, പുരക്ഷീതലയിൽ പിശാചിന്റെ സ്വാധീനത്തെ ഫ്രീ ആയിട്ട് കൊടുത്തപ്പോ, അവരുടെ കുടിലിന്റെ ഉള്ളിലും ഇത് സ്ഥാനം പിടിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, അവസാനകാലമായി കഴിയുമ്പോ ഈ ഫിത്ന നിങ്ങളുടെ കൊച്ചു വീടിന്റെ ഉള്ളിൽ പോലെ സ്ഥാനം പിടിക്കും. നിങ്ങളുടെ സന്ധ്യാസമയത്ത് ഖുർആൻ ഉണ്ടാവില്ല, നിങ്ങളുടെ സന്ധ്യയിലെ ദിക്ർ ഉണ്ടാവില്ല. പാതിരാത്രി 10 മണി കഴിയാലും MTV ഫാഷൻ TV കണ്ട് മക്കളോടൊത്ത് ജീവിക്കുന്ന ഒരു പുരോഗമന സമുദായത്തിന്റെ കാലം വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചു വിടുമ്പോ, MBBS പഠിപ്പിച്ചു വിടുമ്പോ, ഹോസ്റ്റലുകളിൽ കിടന്നിട്ട് പാതിരാത്രിയിലും മദ്യമായി ഉന്മാദ നൃത്തം നടത്തുന്ന പെൺകുട്ടികളുടെ കഥകൾ ഫേസ്ബുക്കിലൂടെ കടന്നു വരുമ്പോ, ആ സമയത്ത് നിങ്ങൾ മറന്നു പോകരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ പുസ്തകവും തൂക്കിയിട്ട് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടി ഇറങ്ങുമ്പോ നിങ്ങളൊരു ദുആ ചെയ്തിട്ടേ മക്കളെ ഇറങ്ങാവൂ. നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് പിശാചുക്കൾ നിങ്ങളെ കാത്തിരിക്കുമ്പോ, നിങ്ങളെ വലതായി പുരുഷന്മാര് കാമപ്പേക്കൂത്തോടെ ഇരിക്കുമ്പോ, ഒരു നല്ല കുടുംബം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ. നിങ്ങളുടെ മക്കളെ ഇത് പഠിപ്പിച്ചു കൊടുക്കണേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങൾ ഈ ദുആ ചെയ്തിട്ടേ ഇറങ്ങാവൂ. ഏതാണ് ആ ദുആ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു ദുആ പറയണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫിറ്റാണ് ആ ദുആ. 14 നൂറ്റാണ്ട് മുത്തനബി പഠിപ്പിച്ചതാണ്. ഏതാണ് ആ ദുആ? ഇങ്ങനെ വാത് കേട്ടിട്ടിരിക്കാൻ രസമാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇതൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ നാളെ സ്വർഗത്തിലെ കുടുംബത്തിലെ ചാരത്തുണ്ടാവില്ല, ഉറപ്പാണ്. ഇന്നിറങ്ങിപ്പോകുന്ന കുട്ടി കേറി വരുന്നത് ഗർഭിണിയായി. ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കില് തീവണ്ടി വന്നിട്ട് മാംസക്കഷണങ്ങളെ ചിതറിത്തെറിച്ചു കോന്നിയിലെ 3 പെൺകുട്ടികൾ. അച്ഛനും അമ്മയും കരഞ്ഞിട്ട് കണ്ണുനീര് തീർന്നിട്ടില്ല. നാട്ടുകാര് പറയുന്ന പെൺകുട്ടികൾ നല്ല പെൺകുട്ടികളാ, ടീച്ചർമാര് പറഞ്ഞ നല്ല പെൺകുട്ടികളാ. പക്ഷേ അവരുടെ കയ്യിൽ അവർക്ക് ഫേസ്ബുക്കില്ല, വാട്സപ്പില്ല. പക്ഷേ പിന്നീട് അന്വേഷണത്തിൽ വന്നത് അവർ രഹസ്യമായി ഫേസ്ബുക്ക് ഉണ്ട്. ക്ലാസ്സിലോട്ട് കയറുന്നതിന് മുമ്പേ സ്കൂളിന്റെ മുമ്പിലുള്ള മാടക്കടയിൽ ഏൽപ്പിച്ചിട്ടാണ് പോവുക. വെളിയിലിറങ്ങുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ ഇന്ന് വല്ലാതെ അവധി കിട്ടുമ്പോ ഹർത്താൽ നടക്കുമ്പോ ഇവിടെ നിന്ന് ഊട്ടിയിലേക്ക് ഏകദിന ടൂർ പോകുന്ന സമ്പന്നന്മാരുടെ കണക്ക് കൂടുകയാണ്. ഇവിടെ നിന്ന് ഊട്ടിക്കൊരു യാത്രയില്ല, ഹർത്താൽ ഉണ്ടെങ്കിൽ എന്താ ഊട്ടിക്ക് പോയുള്ള പ്രയോജനം? ഞാൻ പറയണില്ല, അത് പറഞ്ഞാൽ പിന്നെ നാളെ നിങ്ങൾ പോയാലും അവസാനിച്ചു ഈ ലോകം. ഇനി ഖിയാമത്ത് നാളിന് മറ്റേ തലേന്നാൾ വരാൻ വലിയ സമയമൊന്നുമില്ല. ഊട്ടിക്ക് പോകുന്ന വഴിയിൽ കൂടല്ലൂരെന്ന് സ്ഥലത്തിന്റെ പേര് ഊട്ടിക്ക് പോണ സമയത്തിന് നല്ല ഊരത്രയുന്നുണ്ട് അറിയില്ല. അപ്പൊ ഏതായാലും ഇവിടെ നിന്നുള്ളവരും പോയിട്ടില്ല. ഞാൻ ചോദിച്ചത് എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ആരെയും പോയിട്ടുണ്ട്, പെട്ടെന്ന് പറയൂല്ലോ. ഇനി ഞാൻ കഴിഞ്ഞ മാസം അതിന്റെ ഒരു ഫീച്ചർ തന്നെ ഉണ്ടായിരുന്നു. മനോരമ വാരികയിലാണെന്ന് എനിക്ക് തോന്നുന്നു, അതോ മാധ്യമ ആഴ്ചപ്പത്തേക്കിലാണ്. കൃത്യമായ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോ തെരുവോരത്ത് MIT-മായി കാത്തു നിൽക്കുന്നവരെ ദല്ലാളുമാരുണ്ട്. പഴയ MIT ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ MIT ഇല്ല, ഉണ്ടോ? ചങ്ങനാശ്ശേരി നല്ല മത്സ്യക്കച്ചവടം നടക്കുന്ന സ്ഥലമല്ലേ. മത്സ്യക്കച്ചവടക്കാരോട് എനിക്ക് വലിയ സ്നേഹം. കാരണം ഒരു ഏറ്റവും കൂടുതൽ സദത്ത് കൊടുക്കണവരെ 10 രൂപ വെച്ച് 100 വെച്ചത്. കാരണം ഒരു രാവിലെ അയല കൊടുക്കുമ്പോഴും അവർ മാരി ഇട്ട് കൊടുക്കണവർ, എണ്ണി കൊടുക്കണവരുണ്ട്. അതുകൊണ്ട് മത്സ്യക്കച്ചവടക്കാര് സദക്കന്നായിട്ട് കൊടുക്കും, ബാക്കിയുള്ളവരെ പോലെയല്ല. കാരണം അവര് ഇപ്പൊ 1 കിലോ മത്തി മേടിച്ചാലും പിന്നെ 2 കൂടെ അതിന്റെ കൂടെ. അതുകൊണ്ട് ആ ഒരു സ്വഭാവം ഉറപ്പ് നന്നായിട്ട്.
അള്ളാഹു അവരുടെ കച്ചവടത്തിന് ബറക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ കച്ചവടത്തിന് ബറക്കത്ത് കൊടുക്കട്ടെ. പണ്ട് MHG എന്ന് പറഞ്ഞൊരു സാധനം, എന്റെ ഫുൾ ഫോം മേത്തിന് 80 കിലോ മീനൊന്നും. വാഹനം ഇപ്പോഴും തമിഴ്നാട്ടിൽ കാണാൻ ഗുണ്ടൽപേട്ടിൽ പോകുമ്പോ ആ ഗുണ്ടൽപേട്ടിൽ പോകുമ്പോ 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ച് അവിടേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന വ്യഭിചാരത്തിന്റെ കച്ചവടം നടക്കുന്ന സ്ഥലമാതിനാണ് പറയുന്നത്. എന്തിനാ അവിടെ വ്യഭിചാരം നടക്കുന്നത്? മദ്രാസിലെയോ ചെന്നൈയിലെയോ തഞ്ചാവൂരിലോ ബസ് സ്റ്റാൻഡുകളിലോ മാംസം നിൽക്കുന്ന പച്ചവേഷകളല്ല. കേരളത്തിൽ നിന്ന് നേഴ്സിംഗ് പഠിക്കാനും MBA പഠിക്കാനും പോകുന്ന തരുണീമണികളായ പെൺകുട്ടികളെ ഗ്രാമത്തിൽ നിന്ന് മാറി നഗരത്തിൽ പോകുമ്പോ നഗരത്തിനെ അടിച്ചു പൊളിക്കു വേണ്ടി സ്വന്തം ശരീരത്തെ പോലും വിൽക്കുന്ന 15 വയസ്സ് കഴിഞ്ഞു പോയ പെൺകുട്ടികളെ പോലും സുലഭമായി കിട്ടുന്ന അവിടേക്ക് കടന്നു ചെല്ലുമ്പോ കഴിഞ്ഞ ദിവസം കോട്ടയത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ കല്യാണം ഉറപ്പിച്ചു വളമാറി. പെൺകുട്ടി ചെന്നൈയിലെ MBA വിദ്യാർത്ഥിനിയാ. കല്യാണം കഴിച്ചാലിന് പോവാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഒടുക്കത്തെ പോക്ക് പോയി. അവിടെ പോയി 25 വയസ്സ് 18 വയസ്സുള്ള പെൺകുട്ടിയെ പറഞ്ഞുറപ്പിച്ചിട്ട് റൂമിൽ പോയപ്പോ കാത്തിരുന്ന അവന്റെ മുമ്പിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ ആഴ്ച കോട്ടയത്തെ പള്ളിയിൽ വെച്ചവൻ വളയിട്ട് കൈമാറ്റം ചെയ്ത പെൺകുട്ടിയാ. പൊന്നുമോനെ, ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നല്ല, പ്രസംഗത്തിന്റെ കൊടുപ്പിന് വേണ്ടി പറയുന്നതല്ല. മീൻകുട്ട ചുമന്നിട്ടും കരിങ്കല്ല് ചുമന്നിട്ടും വണ്ടി കച്ചവടം ചെയ്തിട്ടും മങ്ങാടിയിൽ 100 കിൻഡലിന്റെ ചാക്ക് ചുമന്നിട്ടും മക്കളെ വളർത്തിയിട്ട് ആ മക്കൾ നാളെ ജീവിതത്തിന്റെ ദുരന്തമായി മാറാതിരിക്കാൻ, ആ മക്കള് നിങ്ങൾക്ക് ദുഃഖങ്ങൾ സമ്മാനിക്കാതിരിക്കാൻ നിങ്ങളോട് ഞാൻ വെറും ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. നിങ്ങളോട് എത്തിക്കരയേണ്ട ദൗത്യമുള്ളൂ. ഗൾഫിൽ നിന്ന് വന്ന സഹോദരൻ അവിടെ പോയപ്പോ അവന്റെ മുറിയിലേക്ക് വന്നവൻ ഗൾഫിൽ നിന്ന് പൈസ പഠിച്ചിട്ട് MBA പഠിപ്പിച്ചവന്റെ സഹോദരിയാ. ഈ രീതിയിൽ വ്യഭിചാരത്തിന്റെ മാർഗം മാറുമ്പോ നിന്റെ പെൺമക്കളെ വഴിപടപ്പിക്കാൻ ഒരു മിസ്കോള് വന്നാല് നമ്മുടെ കൺമണികളായ പെൺമക്കൾ നഷ്ടപ്പെട്ടു പോയി. ഒരു ചെറുപ്പക്കാരൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് വശ്യമായി ചിരിച്ചാൽ നമ്മുടെ പെൺമക്കളെ കൈവിട്ടുപോയി. അന്യ സമുദായക്കാരന്റെ കൂടെ പോയ മോളെ ഒത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് 2 വൃക്ക പോലും തകരാറിലായ ഉമ്മയെ കുറിച്ച് ഓർക്കുമ്പോ സഹോദരങ്ങളെ, ഭാര്യ സാരികത്തായാലും പോരാ, മക്കള് സാരികീങ്ങളാവണം. അതുകൊണ്ട് പുസ്തകവും തൂക്കിയിട്ട് മക്കൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ആ മക്കളോട് ദുആ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാതിൽ പടിയിൽ നിന്ന് ഈ പിശാചുക്കളുടെ ലോകത്തേക്ക് ഇറങ്ങുമ്പോ അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ അല്ല ഔ അസില്ല ഔ സല്ല ഔ അദ്ലിമ ഔ ദിലമ ഔ അജ്ഹല ഔ യുജ്ഹലു അലയ്യ. ഈ ദുആയ്ക്ക് ഇന്നത്തെ കാലത്ത് വളരെയേറെ പ്രസക്തിയുണ്ട്. വെറുതെ അത് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തെ ആശിപ്പിക്കലല്ല, അവിടേക്ക് പോകാനുള്ള വഴി കൂടി പറഞ്ഞു തരികയാണ് വിനീതന്. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. ഞാൻ വഴിപടച്ചു പോകുന്നതിൽ നിന്ന് കാവലിനെ തേടുന്നു. അല്ലാ, എന്റെ വീട്ടിൽ നിന്നിറങ്ങി ഞാൻ കോളേജിലെത്തുന്നത് വരെ, എന്റെ വീട്ടിൽ നിന്നിറങ്ങി ഞാൻ ജോലി സ്ഥലത്തെത്തുന്നത് വരെ എന്നെ വഴിപടപ്പിക്കാൻ പിശാചുക്കളും മനുഷ്യ പിശാചുക്കളെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നെ വഴിപടപ്പിക്കല്ലേ അല്ലാ. ഔലല്ല, ഞാൻ മറ്റുള്ളവരെ വഴിപടപ്പിക്കുന്നതിൽ നിന്നും എന്നെ ദ്രോഹിക്കപ്പെടുന്നതിൽ നിന്ന് ഡൽഹി എന്ന തലസ്ഥാന നഗരത്തിന്റെ പട്ടാപ്പകരുടെ പെണ്ണിന് മാനത്തോടെ നടക്കാൻ കഴിയാതെ പട്ടാപ്പകര് പോലും പച്ചപ്പെണ്ണിനെ മരത്തിപ്പടത്തി മാനവങ്ങം ചെയ്യുന്ന സ്വന്തം ഉമ്മയോട് ലൈംഗിക വൈകൃതത്തിന് വേണ്ടി കടന്നു പിടിച്ചിട്ട് മൽപിടുത്തം നടത്തുമ്പോ അമ്മയുടെ കഴുത്തിൽ പിടിച്ചിട്ട് ആ അമ്മ മരിച്ചു വീഴുമ്പോ മരിച്ചു വീണും മലർന്നു കിടക്കുന്ന മാതാവിന്റെ മാറിടത്തിൽ പോലും ലൈംഗികമായ വൈകൃതം കാട്ടിയ 14 വയസ്സുകാരന്റെ ലോകത്ത് നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. പടച്ചവനെ, ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന്, എന്റെ ചാരിത്രം നഷ്ടപ്പെടുന്നതിൽ നിന്ന്, ആളുകൾ എന്നെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ. വിവരമില്ലാതെ അറിവില്ലാതെ ഞാനൊരു കെണിയിൽ പോയി വീടുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ, എന്നെ കാക്കണേ അല്ലാ. അറിവില്ലാതെ ഒരു ചെറുപ്പക്കാരന്റെ പുഞ്ചിരിയിൽ മയങ്ങി, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയുടെ വലയിൽ വീണ്
ഞാൻ പോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ എന്ന് നിന്റെ മക്കളെ ദുആ ചെയ്യിപ്പിച്ചിട്ട് വേണം നീ ഇറക്കി വിടാനെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ചൊല്ലണോ വേണ്ടോ? ഇപ്പോ നിങ്ങളൊന്ന് പറയുന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിലിമ ഔ ഉളിലമ ഔ യജ്ഹല ഔ അജ്ഹല ഔ യുജ്ഹലു അലയ്യ. ഈ ദുആ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിട്ട് ഇറക്കി വിടാവൂ ഇനി മുതൽ. ചെയ്യൂലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പിഴച്ചു ഉറപ്പാ. അല്ലാഹു കാക്കട്ടെ. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനാ? നമ്മുടെ ചിന്ത മുല്യാർക്ക് പറയാനാണ്. അല്ല, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞതെന്ന്, മോനെ അബ്ദുല്ലാഹ് ഇബ്നു സഅദേ, എപ്പോഴും നിനക്ക് ഞാനൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. 16 വയസ്സിലല്ല 6 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. മോനെ അബ്ദുല്ലാഹ് ഇബ്നു സഅദേ, എപ്പോഴും നീ ആ ദിക്ർ ചൊല്ലണേ. എന്നിട്ട് വാപ്പ പഠിപ്പിച്ചു തന്ന ദിക്ർ ഏതെന്നറിയോ? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. പറയല്ലേ, മുസ്ലിം ആവൂല. എന്റെ പൊന്നുമോനെ, എന്താണ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. പൊന്നുമോനെ അബ്ദുല്ലാഹ് ഇബ്നു സഅദ്, നമ്മളെ കതിരിലാണ് വളം വെച്ചത്, ചുവട്ടിലായിരുന്നു വളമിടേണ്ടത്. അല്ലേ? മക്കളെ നന്നാക്കണം. ഇപ്പൊ പോയി ദുആ പഠിപ്പിച്ചാ പോരാ. നമ്മൾ വളം വെച്ചത് കതിരിലാണ്. യഥാർത്ഥത്തിൽ ഈ ചെടി വളരുമ്പോ ചുവട്ടിലല്ലേ ഇടേണ്ടത്. 6 വയസ്സുള്ളപ്പോഴേ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. 18 വയസ്സായി മോൻ രാത്രിയിൽ ഇരുന്നപ്പോ ഉമ്മാക്കൊരു ശബ്ദം. എന്താണെന്നറിയാവോ? വെള്ളത്തിൽ വന്നിട്ട് പരമീൻ വീഴുമ്പോ ഒരു ശബ്ദം കേട്ടു. പടച്ചോനെ, പാത്രത്തിൽ പരമീൻ വീണല്ലോ നോത്തപ്പോഴാണ് മോന്റെ മൊബൈലിൽ വാട്സപ്പിന്റെ മെസ്സേജ് വന്ന ശബ്ദമെന്ന് മനസ്സിലായത്. അങ്ങനെ പോയി നോക്കിയപ്പോഴാണ് ചിരിച്ചോണ്ടിരിക്കുന്ന പെണ്ണിന്റെ ഫോട്ടോ കണ്ടത്. ഇവൻ വടിപടച്ചല്ല അല്ലാഹുവേ എന്ന് വിചാരിച്ചിട്ട് വെള്ളിയാഴ്ച 110 രൂപ പള്ളിയിലെ ഖത്തീബിന്റെ കയ്യിൽ ഏൽപ്പിച്ച മോളെ ഒറ്റ ദിവസം കൊണ്ട് നന്നായി കിട്ടൂല. കതിരിന് നമ്മൾ വളം വെച്ചു, തെച്ചിപ്പോയി. ചുവട്ടിലാണ് വളമിടേണ്ടത്. 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നു. മഹാനവറുകൾ പറയുകയാണ്, 2 വർഷം ഞാൻ ആ ദിക്റല്ലേ. അല്ലാഹു ഹാദിരി, പൊന്നുമോനെ അല്ലാഹു നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു നാദിരി, മോനെ നീ ചെയ്യുന്നതൊക്കെ റബ്ബ് നോക്കുന്നുണ്ട്. അല്ലാഹു ഷാഹിദി, മോനെ നീ ചെയ്യുന്നതിനൊക്കെ അല്ലാഹു സാക്ഷിയാണ് കുഞ്ഞെ. അല്ലാഹു മഈ, പൊന്നുമോനെ കൽബിന്റെ കഷണമേ, റബ്ബ് നമ്മുടെ കൂടെയുണ്ട് മോനെ. എന്ന 6ാമത്തെ വയസ്സിൽ എന്റെ ഉപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. 2 വർഷം ഞാൻ ആ ദിക്ർ നിർത്താതെ തല്ലിയപ്പോ എന്റെ ഹൃദയത്തിൽ അല്ലാഹു എനിക്ക് പ്രകാശം തന്നു. 8 വയസ്സായപ്പോ എന്റെ മോന്റെ ഹൃദയത്തിന് അല്ലാഹു പ്രകാശം കൊടുത്തു. പൊന്നുമോനെ, ഇദാ വഹറ ഫീ ഖുലൂബികുമുൽ ഫിത്ന, ഈ ദിക്ർ പരിശീലിപ്പിച്ചിട്ട് പ്രകാശിക്കട്ട ഹൃദയത്തിൽ ഈ ഫിത്ന പതിയുകയില്ല. ആ മക്കൾ ഏറ്റവും നല്ല മക്കളായി മാറുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, അവസാനത്തിലേക്ക് കടന്നു പോവുകയാണ്. വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാദിഹിം വദുർരിയാതിഹിം, വാപ്പ നന്നാവണം, സാലിഹാവണം, ഭാര്യ സാലിഹത്താവണം, ഭർത്താവ് സാലിഹാകണം. വദുർരിയാതിഹിം, നമ്മുടെ മക്കളും സാലിഹീങ്ങളാവണം, ഭാര്യ സാലിഹത്താവണം. നിങ്ങൾക്കറിയുമല്ലോ, ഞാൻ ഒറ്റ ഹദീസ് കൂടി പറഞ്ഞുതരട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഏറ്റവും നന്നാ വേണ്ടത് ഭാര്യയാണ്. അൽ-ഉമ്മു അഹഖു ലി തർബിയത്തിൽ ഔലാദ്, മക്കളെ തർബിയത്ത് ചെയ്യാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഉമ്മയ്ക്കാണ്, പെണ്ണിനാണ്. നീ ഇപ്പൊ കുട്ടിയുടെ സ്കൂളിൽ വിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് ഫോണിൽ പ്രോഗ്രാമിൽ നിൽക്കിയിട്ട് എനിക്കൊരു പാട്ട് വെച്ചെന്നൊന്ന് പറയാനല്ല നിന്റെ ജോലി. എല്ലാവർക്കും അതിനകത്താണ് ഫോണിൽ പ്രോഗ്രാം നടക്കുക. ആരും ആരാണ് ചങ്ങനാശ്ശേരി എന്നാണ് വിളിക്കണത്.
എനിക്ക് ആ പുതിയ സിനിമയിലെ പാട്ടൊന്ന് വെച്ച് തരണം. ഏത് പാട്ടാണ്? ഇന്ന പാട്ട്. ആർക്കാണ്? എന്റെ പെണ്ണുപിള്ളക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ എന്താ കിതയ്ക്കുന്നത്? കിതയ്ക്കാതെ സമാധാനത്തിൽ പറയും. സമാധാനത്തിൽ പറയാൻ സമയമില്ല. പള്ളിയിൽ കൗണ്ട് കൊടുക്കാൻ ഞാൻ നിസ്കരിക്കാൻ പോകും. നിസ്കാരത്തിലുള്ള ഓട്ടത്തിന്റെ ഇടയിലും നമുക്കിത് നന്നായിട്ടുണ്ട്. എല്ലാവരും ഇരിക്കാൻ ഇൻഷാ അല്ലാഹ് അവസാന ദുആ ചെയ്ത് പിരിയാം. സമയം കൂടിയെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് നിർത്താം. ഇനി 1 മണിക്കൂറുണ്ട്. ആനയുടെ പിണ്ടം കണ്ടിട്ടുണ്ട്. ആനപ്പിണ്ടം കണ്ടിട്ടുണ്ട്. കാണുമ്പോ ആളുകൾ വാ വിളിച്ചിട്ട് പറയും, പടച്ചോനെ എന്താ ഇതിന്റെ വലിപ്പം, ഇത് ഇടണ പാട് ആനക്കല്ലേ അറിയാം. ആന തിന്നവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഈ ആന ഇത് ഇടാൻ പെടണ പാട് നിങ്ങളൊക്കെ പടപെടാന്ന് പറയുന്നുണ്ട്. വരണ്ടേ നമുക്ക്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, പെണ്ണാണ് നന്നാവേണ്ട രാജ്യം. ആണ് നന്നാവണോ? ആകണം. പക്ഷേ നീ നന്നാകുമ്പോൾ ആണ് നന്നാവും. പെണ്ണിനാണിനെ നന്നാക്കാൻ പെട്ടെന്ന് വെച്ചു. ആണിന് പെണ്ണിനെ നന്നാക്കാൻ വലിയ പാടാണ്. പെണ്ണിന് ആണിനെ നന്നാക്കാൻ പെട്ടെന്ന് വെച്ചു. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. അതിനെന്ത് ചെയ്യണം? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇയ്യാകും വഹളറാത്തുമി, നിങ്ങളെയും ഹളറാത്തുമിനെയും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൽ കല്യാണം കഴിക്കാത്തവരൊക്കെ ഒന്ന് കൈവക്കിക്കാൻ നോക്കട്ടെ. കല്യാണം കഴിക്കും കൈവക്കും മക്കളെ, ഇവിടെ വെച്ച് തന്നെ ആയാലോ. ഒക്കെ കല്യാണം കഴിക്കാത്തവരെന്ന് കൈവക്കി. നിങ്ങളെ ശ്രദ്ധിച്ച് ഹദീസ് കേൾക്കണം. ഇനി മക്കൾക്ക് മീശയും താടിയൊക്കെ വന്നപ്പോ കെട്ടിക്കാൻ വേണ്ടി പുതിയ പെണ്ണിനെ അന്വേഷിച്ചടക്കണ മാതാപിതാക്കൾ ഇങ്ങനെ കേട്ടോളി. പെണ്ണിന് 200 പവന്റെ സ്വർണം വേണം. അപ്പൊ അതൊക്കെ മാറി. നമ്മുടെ പണ്ടത്തെ ജുവലറിയിലൊക്കെ ഒരു പഴയ ത്രാസ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ ത്രാസ്. ആ ത്രാസിലെ കട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ട്? തൂക്കണ സ്ഥാനത്ത് കട്ടിയില്ല. ആചാര്യ സ്പെഷ്യലിസ്റ്റാണ്. വേറെ സ്വപ്നാലി പോലെ. ഓ ഓ ഓ നമ്മുടെ മാഷാ അല്ലാഹ്. എന്റെ വളരെ അടുത്ത സുഹൃത്താണ് സിറാജ് സാർ. ആ സ്വപ്നം അന്നങ്ങാണ്ട് പറഞ്ഞൊരു ഓർമ്മയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണം. കാണാൻ പോണത് എന്റെ വളരെ അടുത്ത അല്ല. അതിനല്ലേ സിറാജ് സാറിന്റെ കാര്യം തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി. ഞാൻ അയത്തിന് സത്യമായിട്ട് ജോലി ചെയ്യുമ്പോൾ എന്നെ ഏറെ സ്നേഹിക്കുകയും എന്നെ സഹായിക്കുകയും ഒക്കെ ചെയ്തൊരു വലിയ മനുഷ്യനാണ് സാർ. ഞാൻ എന്റെ കൽബിൽ ഇപ്പോഴും സ്നേഹിക്കുന്ന. പിന്നീട് ഞങ്ങൾ അവരെ കാണാൻ പറ്റില്ല, എന്റെ തിരക്കുമായി. ഞാൻ അദ്ദേഹത്തെ ഒന്ന് അന്വേഷിച്ചെടുക്കുന്നതാണ് പെട്ടെന്ന് കാര്യം. എന്റെ വളരെ അടുത്താണ്. ഞാൻ ഹൃദയം കൊണ്ട് വളരെയേറെ സ്നേഹിക്കുന്ന ഒരാളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് സന്തോഷം നൽകട്ടെ. അദ്ദേഹത്തിന്റെ വിവരം അറിയാൻ പറ്റില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കലോ. ആവശ്യത്തിന് ചീത്തപ്പേരുണ്ട്. ഇനി അല്ലാത്തവങ്ങൾ വേണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അന്നത്തെ കട്ടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ബട്ടൺസിന്റെ അത്രയും വരെ ഉള്ള ഒരു സാധനം ഉണ്ടായിരുന്നു കട്ടി. അതിട്ടിട്ടാണ് ഇങ്ങനെ നോക്കുക. ഇപ്പൊ ജുവലറിയിലെ ത്രാസൊക്കെ മാറ്റി മലഞ്ചരക്കടയിൽ ഒട്ടുമാല് തൂക്കണ ത്രാസാണിപ്പോ. കാരണം സ്ത്രീധനം 2 കിലോ 3 കിലോ 4 കിലോ ഒക്കെയാണ്. പണ്ടൊക്കെ 10 ഗ്രാം 10 പവൻ. അതിന്റെ അപ്പുറത്തേക്ക് എന്താ സ്ത്രീധനം ഉള്ളത്? ഇന്ന് മലഞ്ചരക്കടയിൽ ഒട്ടുമാല് തൂക്കണ ത്രാസ് വെച്ചിട്ടാണ് സ്വർണം തൂക്കുക. കാരണം ഓരോരുത്തരും അന്വേഷിക്കുന്നത് പെണ്ണിനെത്ര മുതലുണ്ട്, പെണ്ണിനെത്ര സ്വർണ്ണമുണ്ട്. പൊള്ളാച്ചി ചന്തയിൽ പോത്തിന് വില പറയുന്ന മാതിരി പെണ്ണിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചോണേ. കല്യാണം കഴിപ്പിക്കുന്ന മരുമക്കളെ കാത്തിരിക്കുന്നവരോടും കല്യാണം കഴിക്കാൻ പോകുന്നവരോടും സ്വർഗത്തിലെ കുടുംബമായി നിങ്ങൾക്ക് ജീവിക്കണോ? ഹബീബായി മുത്തു പറഞ്ഞു, നിങ്ങൾ ഹളറാഅദ്ദമിനെ സൂക്ഷിച്ചുകൊള്ളണേ. എന്താ ഹളറാഅദ്ദം? എന്താ ഹളറാഅദ്ദം? ഹബീബായ റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, നബിയേ മാ ഹളറാഅദ്ദം യാ റസൂലല്ലാഹ്. ഹളറാഅദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഇംറഅത്തുൻ ഹസന, അവള് നല്ല സൗന്ദര്യമുള്ള പെണ്ണാ. ഹളറാഅദ്ദം
എന്ന് പറഞ്ഞാൽ അതീവ സൗന്ദര്യമുള്ള, ശരീരത്തിന് തൊലിവെളുപ്പുള്ള, ആരെ കണ്ടാലും മനം മയക്കുന്ന മാദക സൗന്ദര്യത്തിന്റെ ഉടമസ്ഥയുള്ള പെണ്ണാ. പക്ഷേ അവൾ അതീവ സൗന്ദര്യവതിയാ. സൗന്ദര്യം മാത്രം നോക്കിയിട്ട് പെണ്ണ് കെട്ടാനിരിക്കുന്നവരെ, ആ പെണ്ണിന് നല്ല മൊഞ്ചുണ്ട്. പക്ഷേ മോശമായ അവസ്ഥയിൽ ജനിച്ചു വളർന്ന, മോശമായ സാഹചര്യത്തിൽ വളർന്നു വന്ന, തലമുറക്കാതെ വളർന്നു വന്ന, ഔറത്ത് മറക്കാതെ വളർന്നു വന്ന, ഇസ്ലാമിക വിരുദ്ധമായ സംസ്കാരത്തിൽ നടന്നു വന്ന, സുബഹി നിസ്കരിക്കാത്ത, ബാങ്ക് വിളിച്ചാലും പള്ളിയിൽ നിസ്കരിക്കാൻ വരാത്ത ആൺകുട്ടികളും, ബാങ്ക് വിളിച്ചാലും നിസ്കരിക്കാതെ പാതിരാ സമയത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പുറംകൂടിലൂടെ നടക്കുന്ന ആധുനികതയുടെ പെൺകുട്ടികളാ. ആ പെണ്ണുങ്ങൾ നിങ്ങളെ വിവാഹം ചെയ്യരുത്. അങ്ങനെ വിവാഹം ചെയ്ത് അവര് നിങ്ങളുടെ വീട്ടിലേക്ക് ഭാര്യയായി വന്നാൽ, അങ്ങനെ ഒരു സൗന്ദര്യം മാത്രമുള്ള ദീനില്ലാത്തൊരു പെണ്ണ് നിന്റെ വീട്ടിലേക്ക് വന്നാൽ, അതോടെ നിന്റെ കുടുംബത്തിന്റെ വെളിച്ചം കെട്ടുപോകും. അവർ നിന്റെ ജീവിതത്തിന്റെ വെളിച്ചം കെടുത്തി കളയും. അതുകൊണ്ട് സൗന്ദര്യം മാത്രം ആഗ്രഹിച്ചിട്ട് ഹദറാത്തമായ പെണ്ണുങ്ങളെ വിവാഹം ചെയ്യരുത്. ആ കുടുംബത്തെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണല്ലോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ കുടിലിന്റെ ഉള്ളിൽ നിന്ന് സംസാരം കേൾക്കുന്ന മോളെ, പാലിൽ വെള്ളം ചേർക്കുമോളെ. മോള് പറഞ്ഞു, ഇല്ല ഉമ്മ, പാലിൽ വെള്ളം ചേർക്കില്ല. മോളെ, ഉമർ കാണില്ല മോളെ, ഉമർ ഉറക്കത്തിലല്ല മോള്. പാതിരാ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞപ്പോ ഉമർ ഉറങ്ങിയാലും ഇതാ കാന ഉമറു നായിമൻ ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബുറങ്ങില്ലല്ലോ ഉമ്മ എന്നൊരു പെണ്ണ് മറുപടി പറഞ്ഞത് കേട്ടു. ദേശപ്രസന്നനായി നടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹു ആ വീടിന് അടയാളം വെച്ചിട്ട് തീർന്നിട്ടില്ല. ഈ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖലീഫയായ നാട് ഭരിക്കുന്ന ഉമർ ആ കുടിലെത്തിയിട്ട് വാതിൽ മുട്ടിയപ്പോ വാതിൽ തുറന്ന ഉമ്മ പെട്ടി തിരിച്ചുകൊണ്ട് ഉമറിനെ കണ്ടപ്പോ വാതിൽ പുറത്തു അതികായനായ ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാ. പേടിച്ചു വിറച്ചു പോയി. ആരാ നിൽക്കുന്നതാരാ? കിസ്റാ ഭരിക്കും കൈസറും നേട്ടുന്നതാ. മിസ്റ് മുഖൗഖിസ് കേട്ടുടൻ വിറയ്ക്കുന്നതാ. കിടുകിടാവിറപ്പിക്കുന്ന കിസ്റയെ കിടുകിടാവിറപ്പിച്ച അതികായനുമായോ ധനാവിദഗ്ധനുമായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട പെൺകുട്ടി ഓടി വന്ന് ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ, നീ ഉമറിന്റെ കൂടെ വരുന്നു മോളെ? പാലിൽ വെള്ളം ചേർത്തതിന്റെ പേര്, വിസമ്മതിച്ചതിന്റെ പേര്, ഉമ്മയുടെ കൊണ്ടുപോകാനാണ് പേര്. ആ പെണ്ണ് ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, മോളെ, നീ ഉമറിന്റെ വീട്ടിലേക്ക് വരുന്നോ? തന്റെ മകനായ നാഫി റളിയല്ലാഹു തആല അൻഹുവിന് ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്ത് ചെറ്റക്കുടലിൽ പടച്ചറപ്പിനെ പേടിച്ചിട്ട് പാതിരാത്രിയിൽ പാലിൽ വെള്ളം ചേർക്കാട് പടച്ചറപ്പിനെ പേടിച്ച് പെണ്ണിനെ തന്നെ മരുമകളായി വീട്ടിലേക്ക് വിളിച്ചു വന്നപ്പോ ഉമർ റളിയല്ലാഹു തആല ചിന്തിച്ചതല്ല, തന്റെ മകനായ നാഫി 10 വർഷക്കാലം ഈ പെണ്ണിന്റെ കിടപ്പറയിൽ വന്നില്ലെങ്കിലും പാതിരാത്രി അല്ലാഹുവിനെ പേടിച്ചിട്ട് പാലിൽ വെള്ളം ചേർക്കാൻ വിസമ്മതിച്ച പെണ്ണ് 10 വർഷമായി തന്റെ ഭർത്താവ് അകന്നു നിന്നാലും തന്റെ ഭർത്താവിന്റെ അമാനത്തായ കിടപ്പറയിൽ പരപുരുഷന് സാന്നിധ്യം കൊടുക്കില്ലെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉറപ്പാ. അതുകൊണ്ടാണ് പാലിൽ വെള്ളം ചേർക്കാത്ത പെണ്ണിനെ മരുമകളായി സ്വീകരിച്ചതെങ്കിൽ എന്റെ സഹോദരാ സഹോദരി, അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മുടെ മക്കളെ പ്രസവിച്ചു തരുന്ന, നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ മക്കളെ വളർത്തി തരുന്ന ഭാര്യ. നിങ്ങൾക്ക് നീമല്ലോ, പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ കൈപ്പിടിയിൽ കിടന്ന് പിഞ്ഞു പെയ്തൊരു പൊട്ടിക്കരയുമ്പോ ഒരു വിദൂരമായ മനുഷ്യവാസത്തിന്റെ വിദൂരമായ സാധ്യത പോലുമില്ലാത്ത ജനകളികളുടെ സാന്നിധ്യം നിർവചിക്കാൻ കഴിയാത്ത മരുഭൂമിയിൽ പ്രിയപ്പെട്ട ഭർത്താവ് മരുഭൂമിയിലൂടെ മറുഭാഗത്തേക്ക് മാഞ്ഞു പോകുമ്പോ കടത്തുവെള്ളം തുഴഞ്ഞു പോകുന്ന വഞ്ചക്കാരെ കടത്തുവെള്ളം തുഴഞ്ഞു മറുകരയിലേക്ക് മാഞ്ഞു പോകുന്നത് വരെ നോക്കി നിൽക്കുന്ന യാത്രക്കാരുടെ പോലെ തന്റെ ഭർത്താവ് കണ്ണിൽ നിന്ന് മാഞ്ഞു പോകുമ്പോ പിഞ്ചു പൈതൽ കയ്യിൽ പിടിച്ചിട്ട് ദാഹജലത്തിന് വേണ്ടി കൈകാലിട്ടടിക്കുമ്പോ പ്രിയപ്പെട്ട പൈതലിന്റെ വായിലേക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോയടാ. ഈ ചരിത്രത്തിന്റെ ഗുണപാഠത്തിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മളെല്ലാ പെരുന്നാളിനെ കേൾക്കാറുണ്ട്. അവസാനം തന്റെ ഉപ്പായ കണ്ടപ്പോ മാറി നിന്നില്ല, ഓടി വന്നിട്ട് ഉപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് കവളത്തോട്ട് ചേർന്ന് നിൽക്കുമ്പോ
ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലറായ ആട് ജീവിതം എഴുതിയ പ്രവാസികളുടെ ജീവിതം എഴുതിയ കഥയിൽ ഒരു കഥ പറയുന്നുണ്ട്. ഭർത്താവ് ഗൾഫിലേക്ക് പോയി 10 വർഷമായിട്ട് വരാൻ കഴിഞ്ഞില്ല. ഷുഗർ പിടിച്ച് ഡയബറ്റീസ് പിടിച്ചു ഭർത്താവ് മെലിഞ്ഞ് എല്ലും തോലുമായി. 10 വർഷം കഴിഞ്ഞിട്ട് ആരോ പൈസ കൊടുത്ത് കയറ്റടിച്ച് വീട്ടിൽ വന്നപ്പോ എനിക്കാ പാകത്തിൽ നിന്ന മകനെന്ന് 10 വയസ്സുകാരൻ മുറ്റത്ത് കളിക്കുന്നുണ്ട്. പട്ടിണി കോലം പോലെ വാപ്പ് വന്ന് നിന്നപ്പോ ഓടി വീട്ടിലേക്ക് പോയിട്ട് മകൻ പറഞ്ഞു, ഉമ്മ ഒരു യാചകൻ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഉമ്മ ഓടി വന്ന് നോക്കുമ്പോ അലോകജനകാത്രനായി ഗൾഫിൽ പോയിട്ട് ആടിനെ മേച്ച് ജീവിച്ച് ക്ഷീണിച്ചു വന്ന പിതാവാണ്. മകനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഇത് യാചകനല്ല, നിന്റെ ഉപ്പയാന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വികാരതീവ്രമായ രംഗൻ നോവലിസ്റ്റ് അവിടെ എഴുതി വെക്കുന്നുണ്ട്. ആ മോൻ നല്ല നിഷ്കളങ്കത്തോടെ എല്ലെന്തോരുമായി നിൽക്കുന്ന വാപ്പയെ നോക്കിയിട്ട് അന്ന് വീടിന്റെ ചുവരില് വാപ്പ ഗൾഫിന് പോയപ്പോ എടുത്ത സമയത്തെടുത്ത ചുവന്ന തൊടുതൊടുത്തുള്ള നല്ല സുന്ദരമായ മുഖമുള്ള വാപ്പയുടെ ഫോട്ടോ ചുവരിൽ നിൽക്കുന്നുണ്ട്. ആ മകൻ അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന വാപ്പായ മതി, എനിക്ക് ഈ മുറ്റത്തിരിക്കുന്ന മെലിഞ്ഞുണങ്ങിയ വാപ്പാന വേണ്ട എന്ന് മകൻ പറയുന്ന വികാര തീവ്രമായ രംഗൻ നോവലിസ്റ്റ് എഴുതി വെക്കുന്നുണ്ട്. ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ യഥാർത്ഥ ജീവിതത്തിന്റെ കഥ ഇങ്ങനെയാണ്. ഈ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമ്പോ, ഈ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോ, ഭാര്യ മക്കൾക്ക് പോലും വേണ്ടാത്തവനായി ഉമ്മറത്ത് നെടുവീർപ്പിട്ട് ചാരുകസേരയിലെ ചാടിയിരുന്ന മാനത്തേക്ക് നോക്കി മാനം പോകാതെ മാനം സംരക്ഷിച്ചിട്ട് സർവ്വദുഃഖവും ഉള്ളിൽ നോക്കി നിൽക്കുമ്പോ 9 വർഷം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി വരുമ്പോ അവിടെ കിടന്നുറങ്ങി ഇബ്രാഹിം നബി രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹാദറാ ഹാദറാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ട് നമ്മുടെ മകനെ ബലിയെടുക്കാൻ. എടി പെണ്ണെ ഒന്ന് ചിന്തിച്ചു നോക്കെന്റെ പൊന്നു സഹോദരിമാരെ, 9 വർഷം കഴിഞ്ഞ് വളർത്തി വലുതാക്കിയിട്ട് വന്നിട്ട് രാത്രി എഴുന്നേറ്റിട്ട് സ്വപ്നം കണ്ടു നമ്മുടെ മകനെ കടുത്തിറക്കണമെന്ന് പറഞ്ഞപ്പോ ഹാദറാ ബീവി പൊട്ടിത്തെറിച്ചില്ല, പരിഭവം പറഞ്ഞില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ കൊണ്ടുവെക്കൂ. കൈവെള്ളയില് പിഞ്ചുമോനായി കിട്ടി 9 വർഷം വളർത്തിയ മോനെ ഉപ്പാന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തിട്ട് അറുക്കാനുള്ള മൂർച്ചയുള്ള കത്തിയും വലത് കയ്യിൽ പിടിച്ച് ഇടത്തെ കയ്യിൽ തന്റെ പൊന്നുമോനെയും പിടിച്ചുകൊണ്ട് പാറക്കെട്ടിലേക്ക് ഭർത്താവ് പോകുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിൽ ആ കാഴ്ച കണ്ട് നെടുവീർപ്പിട്ടിട്ട് തിരിച്ചു വിളിച്ചില്ല, നിലവിളിച്ചില്ല. പാറക്കല്ലിൽ കൊണ്ടുപോയി മരത്തിൽ കിടത്തിയിട്ട് കത്തിയെടുത്തിട്ട് മോന്റെ കരുത്തിലേക്ക് വെക്കുമ്പോ ആ മോനോ ഇതാണ് ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഒരു ഭാര്യ, ഒരു വാപ്പ, ഒരു മകന്. അവസാനം അതിന്റെ ഒരു പരിപൂർണ കഥ ഞാൻ പറഞ്ഞു തരികയോ. മരന്ന് കിടന്നിട്ട് വാപ്പ മൂർച്ചയുള്ള പിച്ചാട്ട് തന്റെ കരുത്തിലേക്ക് വെക്കുമ്പോ വാപ്പ അറുക്കുന്നതിനും ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് മോനെ, എന്നെ ഇങ്ങനെ നിങ്ങളുടെ മുഖത്തിന് നേരെ മലർത്തിയിട്ടിട്ട് നിങ്ങൾ എന്റെ കരുത്തിറക്കരുത് വാപ്പ. എന്റെ ഇസ്മായിലെ, എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ മൂർച്ചയുള്ള കത്തി എന്റെ കരുത്തിൽ വെക്കുമ്പോ ആ വേദന കണ്ണെന്റെ കണ്ണിലൂടെ കണ്ണുനീരൊടുകുമ്പോ അത് കണ്ടു നിൽക്കാൻ എന്റെ ഉപ്പയ്ക്ക് കഴിയില്ല ഉപ്പ. എന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ കമഴ്ത്തിയിട്ടിട്ട് എടുക്കണം. രണ്ടാമത് എന്റെ കയ്യും കാലും നല്ല കാട്ടുവള്ളി കൊണ്ട് നന്നായിട്ട് ബന്ധിക്കണം. എന്റെ ഇസ്മായിലെ, കഴുത്തിലേക്ക് കത്തി വെച്ചിട്ട് മാംസം മുറിഞ്ഞ് ഞരമ്പുകൾ മുറിയുമ്പോ വേദന കൊണ്ട് പാട മകനിങ്ങനെ കയ്യും കാലിട്ടടിച്ച് ഈ പാറക്കെട്ടിൽ പിടയുമ്പോ എന്റെ കയ്യും കാൽ വിട്ടടിക്കുന്നത് കണ്ടാൽ എന്റെ വാപ്പാടെ ഹൃദയം പതറിപ്പോകും വാപ്പാ. അപ്പോ പിന്നെ അല്ലാഹുവിന്റെ കൽപ്പന നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തീകരിച്ചില്ലെങ്കിൽ എനിക്കും ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിൽ പോവാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ കയ്യും കാലും നന്നായിട്ട് കെട്ടിമുറിക്കണേ. മൂന്നാമത് പറഞ്ഞു, ഉപ്പാ അങ്ങനെ എന്റെ കരുത്തറത്ത് കഴിഞ്ഞാൽ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മാനെ കാണിക്കരുത് ഉപ്പ. എന്റെ ഉമ്മാക്ക് സഹിക്കാൻ കഴിയില്ല. എന്റെ ഉമ്മാക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഒരു വേള നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 9 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കത്തിയെടുത്ത് കഴുത്തിലേക്ക് വെക്കുമ്പോൾ ഉപ്പാന്ന് വിളിച്ച പൊന്നുമോനെ ഇബ്രാഹിം നബിക്ക് കൊടുത്തതാരാ? ആ 9 വർഷക്കാലം മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് ദുരിതത്തിന്റെ ജീവിതം നയിക്കുമ്പോ ഓരോ പ്രാവശ്യവും ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ
പൊന്നുമോനെ ഇസ്മായിലേ, നിന്റെ വാപ്പ ഫലസ്തീനിലേക്ക് പോയത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. വാപ്പ ഇല്ലാത്ത സമയത്ത് വാപ്പയുടെ കട്ടപ്പാടിനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത ഇസ്മായിൽ നബിയെ പഠിപ്പിച്ചു കൊടുത്ത ഹാജറ ബീവിയ അതേപോലെ ഒരു മോനെ സമ്മാനിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളില്ലാത്ത സമയത്ത് ഗൾഫിലെ കിടന്ന് കഷ്ടപ്പെടുമ്പോ, നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പോകുമ്പോ, രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും നമ്മുടെ പൊന്നുമക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പോ, ആ സമയത്ത് ആദ്യത്തെ പിടിയെടുത്ത് വാരി കൊടുക്കുമ്പോ, പൊന്നുമക്കളെ നിങ്ങളുടെ വാപ്പ ചങ്ങനാശ്ശേരി ചന്തയിലെ കിണ്ടൽ ചാക്ക് ചുമന്നിട്ട് കൊണ്ടുവരുന്ന വേർപ്പിന്റെ പണമാണിത്. നിങ്ങളുടെ വാപ്പ ലാഭകരില്ലാതെ ചങ്ങനാശ്ശേരിയിൽ 3 ചക്രത്തിന്മകളുടെ ജീവിതത്തിന്റെ ഭാരം കേട്ട് വാപ്പ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കൊണ്ടുവരുന്ന പൈസയാണ് മക്കളെ. നിങ്ങളുടെ വാപ്പ മത്സ്യക്കച്ചവടം നടത്തി ഈ പൊരുവെയിലത്ത് ചങ്ങനാശ്ശേരിയിലൂടെ നടന്നു പോയിട്ട് കിട്ടിയ പൈസയാണിത് മക്കളെ. നിങ്ങളുടെ വാപ്പ ഗൾഫിൽ കിടന്നിട്ട് പൊരുവെയിലത്ത് 2 നേരം ഭക്ഷണം കഴിച്ചിട്ടാണ് നമുക്ക് 3 നേരം ഭക്ഷണം തരുന്നതെന്ന്. വാപ്പയില്ലാത്ത സമയത്ത്, നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറിച്ചും മക്കളോട് പറഞ്ഞു കൊടുത്തിട്ട് വളർത്തുന്നൊരു ഭാര്യക്കല്ലാതെ അങ്ങനെ ഒരു ഭാര്യ അല്ലാഹു നമുക്ക് നൽകിയാൽ വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, നാളെ സ്വർഗ്ഗത്തിന്റെ വാതിലിലൂടെ നമുക്ക് സലാം പറയുന്ന കുടുംബ ജീവിതം അല്ലാഹു സ്വർഗ്ഗത്തിൽ തരുമെങ്കിൽ അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ അങ്ങനെ ആക്കണേ അല്ലാഹ്, നീ അങ്ങനെ ആക്കണേ അല്ലാഹ്, നീ അങ്ങനെ ആക്കണേ അല്ലാഹ്. ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഭാര്യയും ഭർത്താവും പരലോകത്ത് കണ്ടുമുട്ടുന്ന സംഭവം ഖുർആൻ പറയുന്നുണ്ട്, ഓടുന്ന സമയം ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു 2ാം ഭാഗമായിട്ട് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പറയാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സദസ്സിനെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നാളെ ഭാര്യയോടത്ത് മക്കളോടത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും എഴുതേക്കരുത്, നമ്മുടെ ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഇത്രയും നേരം ഇരുന്ന് സഹകരിച്ചവർ അവസാനം നടക്കുന്ന ഈ ദുആയുടെ പരിസമാപ്തിയിൽ എത്രയോ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഏത് സമയത്ത് വന്ന് മരണം നമ്മളെ മാടി വിളിച്ചാലും, മരണം നമ്മളെ മാടി വിളിച്ചാലും, മരണം നമ്മളെ മാടി വിളിച്ചാലും, എന്തേടി പെണ്ണെ 2.5 മണിക്കൂർ നിന്റെ വീട്ടിലിരിക്കുന്ന ജീവിയിൽ നിന്നെ പൊട്ടിച്ചിരിപ്പിച്ച നിന്റെ കൽപ്പന എന്തേ? ഹൈദരാബാദിലെ 5 നക്ഷത്ര ഹോട്ടലിന്റെ ശീതീകരിച്ച റൂമിൽ നാളെ അഭിനയിക്കുന്ന സിനിമയുടെ തിരക്കഥയും വായിച്ചിട്ട് കിടന്നുറങ്ങിയ പെണ്ണ് രാവിലെ വിളിച്ചെടുക്കുമ്പോൾ അരുന്നേക്കാടം മരവിച്ച് കിടക്കുമ്പോ 6 അടി മണ്ണിലേക്ക് പോയ ആ പെണ്ണിന്റെ കവിളും കണ്ണുകളും ഇന്ന് പുഴുക്കളുടെ മാംസമായി മാറി, പുഴുക്കളുടെ ആഹാരമായി മാറി. ഞാൻ നിങ്ങളും കബീർ ബാക്കവി എന്ന് നിങ്ങൾ പറയുന്ന, സിറാജുദ്ദീൻ കാസിമി എന്ന് നിങ്ങൾ പറയുന്ന, 25 വർഷം പ്രസിഡന്റായി എന്ന് പറയുന്ന ഏത് മേൽവിലാസവും മണ്ണിലേക്ക് പോയാൽ പ്രയോജനം ചെയ്യില്ല. എത്ര വലിയ പ്രാസംഗികൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാള് 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 2 ലക്ഷം അക്ഷരം തന്നെ നാവിൽ നിന്ന് വരുമെന്നാണ്. 18 വർഷമായി ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട്. എത്ര മണിക്കൂറുകൾ കൊണ്ട് ആദ്യകാലത്തൊക്കെ 7 മണിക്കൂർ പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ആ ഭൂമിയൊക്കെ തീർന്നു, 2 തന്നെ ഇപ്പൊ ചുരുക്കമാണ് പ്രസംഗിക്കുക. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് അക്ഷരം പറഞ്ഞവന്റെ നാവിൽ നിന്ന് മരിക്കുന്ന നേരത്ത് 24 അക്ഷരം മുറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരു 24 അക്ഷരം തികച്ചു പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ വാക്കവിയും കണക്കാണ്, പ്രസിഡന്റും കണക്കാണ്, കാസിമിയും കണക്കാണ്, ഹാഫിളും കണക്കാണ്. ഒരേപോലെ കിടക്കുന്ന 6 അടി മണ്ണിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. പൊന്നുമോളെ, നിന്റെ ഈ മാംസം പച്ചപ്പുഴുവിനെ തിന്നാനുള്ളതാണ്. നാളെ പരലോകത്തിലേക്ക് മാറി നിൽക്കുക. 6 അടി മണ്ണിലേക്ക് നമുക്ക് പ്രയോജനം ചെയ്യുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.
ഈ അടുത്ത സമയത്ത് കോഴിക്കോട് ഒരു പ്രസംഗത്തിന് സിൽവർ ജൂബിലിക്ക് പോയപ്പോ അവിടുത്തെ കുട്ടികൾ എന്റെ ഒരു അഭിമുഖം നടത്തി. സുബനീറിന് വേണ്ടി 4 പേരുടെ അഭിമുഖമാണ് പ്രഭാഷണ രംഗത്ത് നിന്ന് അവർ തെരഞ്ഞെടുത്തത്. ഒന്ന് റഹ്മത്തുള്ള കാസിമി, ഒന്ന് സിംസാർ ലഖുദവി, മറ്റൊന്ന് അബ്ദുൽ സമദ് സാഹിബ് പൂക്കോട്ടൂർ. 4ാമത് പ്രഭാഷണ കലയിൽ നിന്ന് എന്നെയാണ് സംസാരിച്ചത്. ഓരോ കാര്യം പറഞ്ഞിട്ട് അവർ ഓരോ ചോദ്യം ചോദിച്ചു, അതിനൊക്കെ മറുപടി പറഞ്ഞു. അവസാനം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ സമയം നിമിഷം ഏതാണ്? 18 വർഷത്തെ പ്രസംഗത്തിലൂടെ സ്വാധീനിച്ച ഏറ്റവും വലിയ സംഭവം ഏതാണ്? അന്ന് ഞാൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. പാലക്കാട് അടുത്തൊരു കുഗ്രാമത്തിൽ ഒരു യത്തീംഖാനയുണ്ട്. 50 കുട്ടികളുണ്ട് യത്തീംഖാനയിൽ. ചോർന്നിരിക്കുന്ന ഒരു ചെറിയ കെട്ടിടം. എല്ലാ വർഷവും ഉച്ചയ്ക്ക് അവിടുത്തെ 10 കുട്ടികളെ യത്തീംഖാനയിൽ പഠിപ്പിച്ച് ആ പെൺകുട്ടികളെ അവിടെ തന്നെ യത്തീംഖാനക്കാര് കല്യാണം കഴിച്ചു വിടും. അതിന് മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ ഞാൻ പോകും. ഒരു 15 മിനിറ്റ്. 3 വർഷമായി ആ 15 മിനിറ്റ് പ്രസംഗിക്കും. പ്രസംഗം കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരോട് 50 യത്തീമക്കളുണ്ട്, ഓരോരുത്തർ വെച്ച് ഏറ്റെടുക്കണം. അവർക്ക് ഉപ്പയില്ല, ഉമ്മയില്ല. അടുത്ത 1 വർഷത്തേക്ക് അവരെ ചെലവ് 20,000 രൂപയാണ് ഓരോരുത്തരും ഏറ്റെടുക്കണം. 50 പേരെ ഏറ്റെടുത്തു. കഴിഞ്ഞ 17-ാം തീയതി ആ പ്രസംഗമായിരുന്നു. 5 മിനിറ്റ് 50 കുട്ടികളെ ഏറ്റെടുത്ത് ഓരോരുത്തരും ഇറങ്ങി വരുമ്പോ യതീമീങ്ങളായ 5 കുട്ടികൾ എന്റെ ചുറ്റു വന്നിട്ട് പറഞ്ഞു, ബാക്കമുസ്താർ അടുത്ത വർഷവും വരുമോ? കാറിലേക്ക് കയറുകയാണ്. ഞാൻ ചോദിച്ചു, എന്തേ മക്കളെ, അടുത്ത വർഷം നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത 1 വർഷത്തേക്കുള്ള ഭക്ഷണം തരാൻ ഞങ്ങൾക്ക് ഉപ്പയില്ല, നിങ്ങൾക്ക് ഉമ്മയില്ല. ഉസ്താദ് അത് പറഞ്ഞു, 1 വർഷത്തെ ചെലവേൽപ്പിക്കുന്നത് കൊണ്ടാണ് 1 വർഷത്തെ നിങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞു പോകുന്നത്. ആ കുട്ടികളുടെ മനസ്സിലെ ആത്മാർത്ഥത കണ്ടപ്പോ ഫേസ്ബുക്കിലൂടെ പറയുന്നതൊക്കെ മറന്നുപോയി. റബ്ബേ, ഇനിയും അത് പറയണമെന്ന് തോന്നി. ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ഇതാണ്. പലപ്പോഴും യതീമീങ്ങളായ മക്കൾ വന്നിട്ട് ഉസ്താദേ വഅദ് പറഞ്ഞ് പിരിച്ചത് കൊണ്ടാണ് വാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത ഞങ്ങൾക്ക് കല്യാണം നടന്നത്. അൽഹംദുലില്ലാഹ്, നാളെ മരിച്ചാലും മായാത്ത സദക്കകളും മുദ്രകളും അതാണ്. ഈ സദസ്സിൽ നിന്നൊരു 3 പെൺകുട്ടികളുടെ വിവാഹം നടത്തണമെന്ന് സംഘാടകരെ തീരുമാനിച്ചിട്ടുണ്ട്. അഗതികളായ, അനാഥകളായ, നിരാലംബരായ, നിരാശ്രയരായ, അവർക്ക് ആങ്ങളമാരില്ല, അവർക്ക് ഉപ്പമാരില്ല, അവർക്ക് താങ്ങാൻ ആരുമില്ല, അവരാരുമില്ലാത്തോർ, ആലംബമില്ലാത്തോർ, അവരുടെ ദുഃഖങ്ങൾ ആരറിയാൻ, അവരക്കാഹീനന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരു കേൾക്കാൻ. സങ്കടം കേൾക്കാൻ ആരുമില്ലാത്ത, ദുഃഖം പറയാൻ ഒരാളുമില്ലാത്ത ഒരു 3 പേരെ മഹല്ലേറ്റെടുത്ത് വിവാഹം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ആരുമില്ലാത്തവർക്ക് വേണ്ടി 1 പവന്റെ സ്വർണം ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തേക്കാം. കല്യാണത്തിന്റെ സമയമാകുമ്പോ ഏൽപ്പിച്ചാ മതി. സന്തോഷത്തോടെ ഈ ചങ്ങനാശ്ശേരിയിലെ ഈ സദസ്സിൽ നിന്ന് അള്ളാഹു ആഗ്രഹത്തോടെ പറയുന്നു, അള്ളാഹു സബലീകരിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ ബിസ്മില്ലാഹിൽ 1 പവൻ. അൽഹംദുലില്ലാഹ്. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി 1 പവൻ. അൽഹംദുലില്ലാഹ്, 20 പവനായി. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിൽ എന്ന സഹോദരി അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഭർത്താവിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ സാലിഹീങ്ങളും ഹാഫിദീങ്ങളും ആക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവസാനം തന്ന ആ സഹോദരി അള്ളാഹു എല്ലാവിധ നിഅമത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ ഇഹവും പരവും അള്ളാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. സഹോദരിമാരെ സ്വർണ്ണത്തിനൊന്നും വന്നാ പോയി സമയം ഉണ്ടായിരുന്നെങ്കിൽ ഊരി മേടിച്ചാണ്. വാങ്ങിക്കണില്ല. ഞാൻ കോഴിക്കോട് നന്ദിയിൽ വാതു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സറായുദ്ദീൻ കാസിമിയോട് ചോദിച്ചാൽ എന്താ അവിടെ വാതിന് പോയിരുന്നു. ലക്ഷക്കണക്കിനോളം ആളുകൾ പരന്നു കിടക്കുന്ന ഒരു ഭയങ്കര സദസ്സ് നന്ദി ഗോൾഡൻ ജൂബിലിയുടെ റൂബി ജൂബിലിയാണ്. ആ സദസ്സിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. എന്റെ മാനേജർ എവി ഉസ്താദ് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ, ഒരു പേപ്പറിലേക്ക് കൊണ്ടുവന്നു.
അതിലെഴുതിയത് ഉസ്താദെ കുവൈറ്റിൽ വാത് പറഞ്ഞപ്പോ ഉസ്താദിന്റെ കയ്യിൽ പാദസരം ഊരിത്തന്ന സഹോദരിയാണ് ഞാൻ. കുവൈറ്റിൽ വാത് പറയാം 3 വർഷം മുമ്പ്. അവിടെ പിന്നെ പിരിക്കാൻ പറ്റില്ല, പിരിച്ചാൽ പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി മറ്റുള്ളവർ പിരിക്കേണ്ടി വരും, ജയിലിലാണ്. അതുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോ ക്യാൻസറിനെ കുറിച്ച് ദുആ ചെയ്തപ്പോ സദസ്സൊന്നടങ്കം കരഞ്ഞു, ഞാനും കരഞ്ഞു. ഒരു സംഘാടകൻ ഓടി വന്ന 6-7 പവൻ തരും ഒരു പാദസരന്റെ കയ്യിൽ തോന്നി. ഞാൻ പ്രസംഗം കഴിഞ്ഞപ്പോ തന്നെ ഫ്ലൈറ്റിന് ടൈം ആയതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ആരാന്നറിയില്ല, എന്താണെന്നറിയില്ല. കേരളത്തിന്റെ പല സദസ്സിലും ഞാൻ ആ സഹോദരിയെ കുറിച്ച് പറഞ്ഞവരറിയില്ല. 3 വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ മാസം നന്ദിയിൽ ഓത് പറയുമ്പോ ആ സഹോദരി പറഞ്ഞു, ഉസ്താദ് ഞാൻ ലീവിന് വന്നു. ഞാനന്ന് ഉസ്താദിന്റെ കയ്യിൽ പാദസരം ഊരിത്തരുമ്പോ ക്യാൻസർ വന്നിട്ട് മാറുകയില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പുവരുന്ന സമയത്താണ് ഉസ്താദ് അവിടെ വന്നതെന്ന്. ആ പാദസരം ഞാൻ ഊരിത്തുന്നു. എന്റെ എല്ലാ രോഗവും അതോടെ ശിഫയായി. ഈ സദസ്സിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 2 വളയും കൊണ്ടുവന്ന സഹോദരി വന്നു. മാരകമായ ക്യാൻസറാണ്. ആ സമയത്ത് ഇതേവരെ ഞാൻ ധരിച്ചത് അള്ളാഹ് എനിക്ക് വേണ്ടിയാണ്, ഇത് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കും. എന്റെ സദസ്സിൽ ഇതേവരെ 398 സഹോദരന്മാര് വള തന്നിട്ടുണ്ട്. കൃത്യമായ കണക്കെന്റെ കയ്യിലാണ്. എല്ലാ സദസ്സിലും തരും. എനിക്കാന്ന് കടമേരിയിലായിരുന്നു 38 വളയാ കിട്ടിയത്. കോഴിക്കോട് ജില്ലയിലെ കടമേരി. അവിടുത്തെ പെണ്ണുങ്ങളുടെ വള എന്ന് പറഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങളുടെ വളമാരി. നമ്മുടെ പെണ്ണുങ്ങളുടെ വള സൈക്കിളിന്റെ ടയറിന്റെ കമ്പിമാരിയാണ്. അവിടുത്തെ പെണ്ണുങ്ങളുടെ വള JCBയുടെ ടയർ മാതിരി. അമ്മാതിരി വളകൾ ആ സദസ്സിലേക്ക് കൊണ്ടുവന്നു തന്നു. ഇൻഷാ അല്ലാഹ് ചങ്ങനാശ്ശേരിയിൽ കൂടിയ പെണ്ണുങ്ങളിൽ ആരെങ്കിലും 399 ആളാണ്. എന്റെ എല്ലാ സദസ്സിലും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ഈ വിനീതം നടത്തുന്ന ഒരു ഹിഫ്ദുൽ ഖുർആന്റെ സ്ഥാപനമുണ്ട് ഒറ്റപ്പാലത്ത്. അവിടെ ഹാഫിളീങ്ങളായ മക്കൾ തഹജ്ജുദിന് കൂട്ടദുആ നടത്താറുണ്ട്. അവരെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും വേണ്ടി ഒരു വലിയ ആഗ്രഹത്തോടെ, രോഗമുണ്ട്, കടമുണ്ട്, പ്രയാസമുണ്ട്, എന്റെ കബറിലേക്ക് എനിക്ക് കിട്ടണം ഒരു വള. ചങ്ങനാശ്ശേരിയിൽ സിറാജുദ്ദീൻ കാസിമി ഇമാമായിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. ഞാൻ എവിടെ ചോദിച്ചാൽ ഒരു വള കിട്ടിയില്ല. ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ മൊത്തം ഞാൻ പറയും കാസിമിയുടെ മഹലിലെ പെണ്ണുങ്ങൾ വിശുദ്ധന്മാരാണ്. ഇദ്ദേഹം നാട്ടുകാരെ പിരിച്ചു മേടിക്കുന്നതല്ലാതെ ഇദ്ദേഹത്തിന്റെ മഹലിലെ പെണ്ണുങ്ങൾ തരൂല്ല എന്ന് മുഴുവൻ ഞാൻ പറയും. ഒരു വള നിങ്ങളുടെ പെണ്ണുങ്ങൾ ആരും തരാം. എന്താ നാസറെന്ന് ഓരോ 2 നാസർമാരും, ഒരു ഇഷാബിൻ, ഒരു മോതിരം. നാസർമാർ അല്ലാഹു അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ, ഐശ്വര്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സന്നാപനം എന്ന സഹോദരി അള്ളാഹു എല്ലാവിധ നിഅമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കും. ഒരു വള കയ്യിൽ മൂരി ഇൻഷാ അല്ലാഹ് ചങ്ങനാശ്ശേരിയിൽ മാത്രം പഴയ പള്ളി ഒരു വള അത് പൂർവ്വ ഓർക്കപ്പെടും എല്ലാ സദസ്സിലും. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ദുആ ചെയ്യുമ്പോൾ ഒരു വള വന്നിരിക്കണം. അത് വരാത്ത ഒരു സദസ്സ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആസിമി നിങ്ങളുടെ മഹലിലെ പെണ്ണുങ്ങളോട് സുമയായ കൊണ്ടുവന്നില്ല. 23 പവനായി ഇതുവരെ. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. 2 പവനും കൂടെ ആയി 25 ആവും. തന്നാ ഖൈർ. നമുക്ക് അഹങ്കാരമൊന്നുമില്ല. ചെന്നാലും തന്നെ 2 പവനും കൂടെ പറഞ്ഞ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് സഹകരിക്കുക. നമുക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല, പാവങ്ങളായ സഹോദരങ്ങൾക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ നിഅമത്തുകളും ഈ സദസ്സിലേക്ക് അല്ലാഹു നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും കാര്യമായി ദുആ ചെയ്യാം. ഈ നമ്മുടെ വീട്ടിലെ വീര സാഹിബ് മരണപ്പെട്ടു പോയി, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണ മോതിരം. ഈ സദസ്സിന്റെ മുഴുവൻ സലാത്തും അതുകാറുകളും അല്ലാഹു മരണപ്പെട്ടു പോയവരുടെ കബറിടത്തിലേക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 29 പവനായി. ഒരു പവൻ കൂടായ 30. 3 പേരുടെ കല്യാണമാണ് അല്ലേ? ഇന്നലത്തെ ഒന്നും കൂട്ടൂല. എല്ലാം പകരമില്ല. ഇന്നലെ കിട്ടാത്തതുപോലെ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടാൻ ആ സ്റ്റോണിന്റെ അസുഖം മാറാൻ ഒരു സ്വർണ്ണ മോതിരം അല്ലാഹു ഒരു ഓപ്പറേഷനും ഇല്ലാതെ അത് സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഈ സദസ്സിൽ. അതിന്റെ അർത്ഥം അഹമ്മദ് കബീർ വാക്കബി റുഹുവായി എന്നല്ല. അവൻ അപ്പോഴും ഇപ്പോഴല്ല, ഒരാൾ തന്നെ. അവന്റെ സദസ്സ് നല്ലതാണ്. അലിമീങ്ങൾ, ഹാഫുദീങ്ങൾ. അൽഹംദുലില്ലാ. ഞാൻ പണ്ട് കാലത്ത് ഈ നാട്ടിലൂടെ വളർന്നവനാണ്. ചങ്ങനാശ്ശേരി പുത്തൂർ പള്ളിയിൽ പണ്ട് ഞാൻ ഖുത്ബ പ്രസംഗം കേൾക്കാൻ. അന്ന് നമ്മുടെ ഞാൻ പൂന്തറ ഓതുകയാണ്. അന്ന് നമ്മുടെ ഖത്തീബ് അബ്ദുൽ ഗഫൂർ മൗലവിയാണ്, ചുങ്കപ്പ അല്ലെ, കോട്ടാങ്കൽ.
അന്ന് എന്റെ മീശ പഠിക്കുന്ന കാലത്തിന് മുമ്പ് അന്ന് പുത്തൂർ പള്ളിയിൽ വന്ന് ഞാൻ ദുബാ നമസ്കരിച്ചിട്ടാണ് പൂന്തറയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നത്. അങ്ങനെയൊക്കെ ചങ്ങനാശ്ശേരിയിൽ വന്നിട്ടുണ്ട് എങ്കിലും അതിന് ആദ്യമായിട്ടാണ് പലരും ചോദിച്ചിട്ടുണ്ടെങ്കിലും ഡേറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ വാത് പറയാനേ ശബ്ദം കുറയ്ക്കും. ഒരു സഹോദരി ഒരു ഭവൻ അൽഹംദുലില്ലാഹ് കുലു തക്ബീർ 30 ഭവനായി. മുഹമ്മദ് റാഫി എന്ന സഹോദരൻ വീട് വെക്കാനും കടം തീരാനും ഒരു ഭവൻ. അള്ളാഹു ആ 30ാമത് പറഞ്ഞ സഹോദരൻ അള്ളാഹു സ്വീകരിക്കട്ടെ, ബറക്കത്ത് നൽകുമാറാകട്ടെ, ഖൈറ് നൽകുമാറാകട്ടെ. റാഫിക്ക് അള്ളാഹു സ്വന്തമായൊരു ഭവനം നൽകട്ടെ, വീട്ടിൽ അള്ളാഹു ബറക്കത്ത് നൽകി കടം അള്ളാഹു വീട്ടിൽ കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. സമൂഹത്തിലെ സഹോദരൻ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഈ ദുആയിൽ അൽഹംദുലില്ലാഹ് എന്റെ സദസ്സിൽ 6666 ഇതേവരെ 40,000-ത്തിലധികം ആളുകൾ സദഖ ചെയ്തിട്ടുണ്ട്. വിവിധ മദ്രസയ്ക്കായി, പള്ളിക്കായി. അതൊരു വലിയ നേർച്ചയാണ്. രോഗം മാറാൻ, ക്യാൻസർ മാറാൻ, ജോലി കിട്ടാനൊക്കെ സദഖ നൽകി. എന്റെ ഒരു സ്ഥാപനം ഒറ്റപ്പാലത്തിനടുത്ത് കോതക്കുറിശ്ശിയിൽ 50ഓളം ഹാഫിളീങ്ങൾ, അതിൽ 4 പേര് ഇപ്പൊ ഹാഫിളായി. 8 മാസം കൊണ്ട് സ്കൂളോടുകൂടി 8 മാസം കൊണ്ട് ഹാഫിളായി. മെനിങ്ങാന്ന് 12 വയസ്സുള്ള ഷഹദ എന്ന മോൻ ഹാഫിളായി. ആ മക്കളുടെ വരുമാനം ഞാൻ എന്റെ സ്ഥാപനത്തിന് വേണ്ടി ഇതുവരെ പിരിക്കാറില്ല. ഈ 6666 നേർച്ചയാക്കി തരുന്നതാണ് അവിടുത്തെ കുട്ടികളുടെ ഭക്ഷണം. ഒരു സഹോദരൻ മുഹമ്മദ് കബീർ, അതെന്റെ പേരല്ല, 6666 നേർച്ചയാക്കി ഇതേപോലെ സദസ്സിൽ വരുമ്പോ തരും. അള്ളാഹു ഏത് ആഗ്രഹത്തിലും നൽകിയാൽ അള്ളാഹുവിനെ സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. നമ്മുടെ മക്കളെ ഹാഫിളാക്കാൻ പറ്റിയില്ല. നമ്മുടെ സമ്പത്ത് കൊണ്ട് ഒരു കുട്ടിയെ ഹാഫിളാക്കാൻ തീരുമാനിക്കും. 39 പേരെ അവൻ കൈ പിടിച്ചോണ്ട് പോകുമ്പോ അവനെ ഹാഫിളാക്കാൻ ചെലവ് വഹിച്ച ഒരാളെ ഇൻഷാ അല്ലാഹ് എനിക്ക് ആക്കണമെന്ന് തീരുമാനിക്കുകയും ഒരു ഹാഫിളിന്റെ പൂർണ്ണ ചെലവ് 1.5 ലക്ഷം രൂപയാണ്. 3 വർഷം കൊണ്ട്, ഒരു വർഷം 50,000 രൂപ. ഈ വിനീതന്റെ സ്ഥാപനത്തിൽ 50ഓളം ഹാഫിളീങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകൾ എന്നെ സമീപിക്കുക. ഇനി എന്നെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഇമാമിനോട് പറഞ്ഞാലും മതി, നാസിമിയോട് പറഞ്ഞാൽ എന്റെ സ്ഥാപനത്തിൽ പറയും, എത്തിക്കും. എല്ലാവരും സഹായിക്കുന്ന, സഹകരിക്കുന്ന ഓർമ്മിക്കുകയാണ്. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി എഴുതി തന്നിട്ടുണ്ട്. എല്ലാവരും വായിക്കാനുള്ള സമയത്ത് വിവാഹപ്രായമെത്തിയവർ, കല്യാണം കഴിയാത്തവർ, മരിച്ചുപോയവർക്ക് വേണ്ടി, കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒരു സഹോദരി ഒരു വളയും നൽകിയിട്ടുണ്ട്. ധാരാളം ആളുകൾ ആ സ്ഥാപനത്തിൽ കാണാൻ വരും. നിങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് വരും. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ അവിടെ നിന്ന് ആകെ ഒരു 10 മിനിറ്റത്തെ ദൂരമുള്ളൂ. കഴിയുന്നവരൊക്കെ വരിക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ വല്ലാത്ത ചൂട്, ആ ചൂട് സമയത്ത് ഇത്രയും നേരം ഇരുന്ന് നിങ്ങൾ ഏതായാലും നല്ല കൽബിൽ സ്നേഹമുള്ളവരാണ്. ധാരാളം ആലിമീങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ.